ആധ്യാത്മിക നാമം ഗ്രേസ് രാധാപ്രാണ കനൈദാസ്. കുവൈറ്റിൽ നിന്നാണ് അദ്ദേഹം. ആക്ച്വലി അദ്ദേഹം മലയാളിയാണ്. ചെത്തിക്കുളങ്ങര ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം. അപ്പോൾ നമുക്ക് വളരെ അടുത്ത് വേണ്ടപ്പെട്ട ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം കുവൈറ്റിലാണ്. കഴിഞ്ഞ ഒരുപാട് 13 വർഷങ്ങളായിട്ട് അദ്ദേഹം കുവൈറ്റിൽ വർക്ക് ചെയ്യുന്നു. ജയപ്രതാപ് സ്വാമി മഹാരാജിൻ്റെ സെറ്റിലാണ് അദ്ദേഹം. അബ്ബാസിയയിലുള്ള നാമഹട്ട ആശ്രമത്തിൻ്റെ ബേസിൻ്റെ യാത്ര ഇൻചാർജാണ് അദ്ദേഹം. ഒരുപാട് ഭക്തൃഷ്ഠ ക്ലാസ്സുകളും അതുപോലെ ഓൺലൈൻ ക്ലാസ്സുകളിലെല്ലാം അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആണ്. അദ്ദേഹം സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ അഥാപ ബ്രഹ്മ ജിജ്ഞാസ എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലും അദ്ദേഹം ചെയ്യുന്നുണ്ട്. വളരെ ഫേമസ് ആണത്. ആർക്കെങ്കിലും യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളെല്ലാം അവൈലബിൾ ആയിരിക്കും. അതിനകത്ത് മലയാളത്തിലുള്ള ക്ലാസ്സുകളും അതിനകത്ത് അവൈലബിൾ ആണ്. അതുപോലെ ഒരുപാട് സർവീസുകൾ, പ്രത്യേകിച്ച് ഗുരു മഹാരാജിൻ്റെ ട്രാൻസ്ലേഷൻ സർവീസ് ഉൾപ്പെടെ ഒരുപാട് സർവീസുകൾ അദ്ദേഹം ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി. 2013 അദ്ദേഹം ഇസ്കോൺ മൂവ്മെൻറ്റിൽ ജോയിൻ ചെയ്തു. വളരെ പെട്ടെന്ന് തന്നെ 2016 തന്നെ അദ്ദേഹത്തിന് ഇനീഷ്യേഷൻ അദ്ദേഹത്തിന് ലഭിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് സർവീസുകൾ എന്നും നിത്യേന അദ്ദേഹത്തിൻ്റെ സർവീസുകൾ ഈ ഒരു ഇസ്കോൺ ഹരേകൃഷ്ണ മൂവ്മെൻറ്റിന് ചൈതന്യമാക്കുന്നതിൻ്റെ പ്രസ്ഥാനത്തിനായിട്ട് അദ്ദേഹം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് വളരെ ഭാഗ്യമുണ്ട് നമുക്ക് എല്ലാവർക്കും അദ്ദേഹത്തിൽ നിന്നും കൃഷ്ണകഥ കേൾക്കാനുള്ള. അദ്ദേഹത്തിന് നമുക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്രം 3 പ്രാവശ്യം ജപിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ സ്വീകരിച്ചില്ല. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ.
സംഘങ്ങള് നടക്കുന്ന സ്ഥലത്ത് ഭഗവാൻ കീർത്തനം പാടുന്ന നൃത്തം ചെയ്യുന്ന പറയും. നൃത്തം ചെയ്യാനുള്ള സ്ഥലം വിട്ടിരിക്കുന്നതായിരിക്കും. നമ്മൾ ചർച്ച ചെയ്യുന്നത് ശ്രീമദ് ഭഗവത്ഗീത 14-ാം അധ്യായം 16-ാമത്തെ ശ്ലോകം. കർമ്മണ സുഖസ്യാഹു സാത്വികം നിർമ്മലം ഫലം രജസ്തസ്തു ഫലം ദുഃഖം അജ്ഞാനം തമസഃ ഫലം. കർമ്മണ സുഹൃത
സുഹൃതസ്യാഹോ സ്വാത്വികം നിർമ്മലം ഫലം രജസ്തസ്തു ഫലം ദുഃഖം അജ്ഞാനം തമസഃ ഫലം കർമ്മണഃ സുഹൃതസ്യാഹോ സ്വാത്വികം നിർമ്മലം ഫലം രജസ്തസ്തു ഫലം ദുഃഖം അജ്ഞാനം തമസഃ ഫലം കർമ്മണഃ സുഹൃതസ്യാഹോ സ്വാത്വികം നിർമ്മലം ഫലം രജസ്തസ്തു ഫലം ദുഃഖം അജ്ഞാനം തമസഃ ഫലം കർമ്മണഃ സുഹൃതസ്യാഹോ സ്വാത്വികം നിർമ്മലം ഫലം രജസ്തസ്തു ഫലം ദുഃഖം കർമ്മണഃ സുഹൃതസ്യാഹോ സ്വാത്വികം നിർമ്മലം ഫലം രജസ്തസ്തു ഫലം ദുഃഖം അജ്ഞാനം തമസഃ ഫലം കർമ്മണഃ സുഹൃതസ്യാഹോ സ്വാത്വികം നിർമ്മലം ഫലം രജസ്തസ്തു ഫലം ദുഃഖം അജ്ഞാനം തമസഃ ഫലം കർമ്മണഃ സുഹൃതസ്യാഹോ സ്വാത്വികം നിർമ്മലം ഫലം രജസ്തസ്തു ഫലം ദുഃഖം അജ്ഞാനം തമസഃ ഫലം കർമ്മണഃ സുഹൃതസ്യാഹോ സ്വാത്വികം നിർമ്മലം ഫലം രജസ്തസ്തു ഫലം ദുഃഖം അജ്ഞാനം തമസഃ ഫലം കർമ്മണഃ സുഹൃതസ്യാഹോ സ്വാത്വികം നിർമ്മലം ഫലം രജസ്തസ്തു ഫലം ദുഃഖം അജ്ഞാനം തമസഃ ഫലം കർമ്മണഃ സുഹൃതസ്യാഹോ സ്വാത്വികം നിർമ്മലം ഫലം രജസ്തസ്തു ഫലം ദുഃഖം അജ്ഞാനം തമസഃ ഫലം സുഹൃതസ്യ സുഹൃതമായ അല്ലെങ്കിൽ സ്വാത്വികമായ കർമ്മണ കർമ്മത്തിന്റെ ഫലം നിർമ്മലവും സ്വാത്വികവുമാണെന്ന് തത്വദർശികൾ പറയുന്നു. രജസിന്റെ ആകട്ടെ ഫലം ദുഃഖമാകുന്നു. തമസിന്റെ ഫലം അജ്ഞാനമാകുന്നു. വിവർത്തനം. സത്കർമ്മത്തിന്റെ ഫലം വിശുദ്ധമാണ്. അത് സ്വാത്വിക ഗുണത്തിലാണെന്ന് പറയപ്പെടുന്നു. രജോ ഗുണത്തിൽ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം ദുഃഖമാണ്. തമോ ഗുണത്തിലെ പ്രവർത്തനങ്ങളുടെ ഫലം മൗഢ്യവും അജ്ഞാനവും. ഭാവാർത്ഥം. ശുദ്ധഗുണത്തിൽപ്പെടുന്ന കർമ്മങ്ങളുടെ ഫലം രസിക്കുന്നതാണ്. തന്മൂലം മോഹപ്രദമായ ഋഷികൾ സംബന്ധിച്ചതാണ്. രജോഗുണ സ്വഭാവമുള്ള കർമ്മങ്ങളാകട്ടെ തികച്ചും ദുഃഖങ്ങളാകും. ഭൗതിക സുഖത്തിന് വേണ്ടി ചെയ്യപ്പെടുന്ന ഏത് പ്രവൃത്തിയും പരാജയത്തിന് വഴിവെക്കും. ഉദാഹരണം, ഒരാൾ അമ്പലചുറ്റികയായ ഒരു കെട്ടിടം പണിയാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു സൗദം നിർമ്മിക്കാൻ എത്ര മനുഷ്യർ കഠിനമായി ക്ലേശിക്കുന്നു. വീട്ടുടമയ്ക്ക് ഇതിനു വേണ്ട ധനം സമ്പാദിക്കാനും വളരെ ക്ലേശിക്കേണ്ടി വരും. വീട് പണിയുന്നവരുടെ കായികാധ്വാനത്തിന് കണക്കില്ല. ക്ലേശങ്ങളേറെയുണ്ട്. അതുകൊണ്ടാണ് രജോഗുണ പ്രേരിതങ്ങളായ കർമ്മങ്ങൾ തികച്ചും ദുഃഖകരങ്ങളാണെന്ന് ഭഗവത്ഗീത നിർദ്ദേശിച്ചു. ഈ വീട് അല്ലെങ്കിൽ സമ്പത്ത് എന്റേതാണ് എന്ന നല്ലൊരു മാനസിക ആഹ്ലാദമുണ്ടായേക്കാം. യഥാർത്ഥമായ ആനന്ദമല്ല ഇത്. ഇനി തമോഗുണത്തിന്റെ കാര്യം. തമോഗുണത്താൽ പ്രേരിതമായ പ്രവൃത്തി
തന്റെ കൊല്ലാൻ തുടങ്ങുന്ന ശരീരം ആ മൃഗങ്ങൾക്ക് കിട്ടുന്ന മൃഗങ്ങളെ ഹിംസിക്കുന്നവർ അവരിലൂടെ നിയമം അതാണ്. മനുഷ്യ സമുദായത്തിൽ ഒരാൾ മറ്റൊരുവനെ കൊല്ലുന്നുവെങ്കിൽ കൊലപാതകം രാജ്യത്തിന്റെ നിയമമാണ്. പൂർണ്ണമായും സർവേശ്വരന്റെ ഭരണത്തിന് കീഴിലുള്ള രാജ്യത്തെ ആരും കാണാത്തത് അജ്ഞതയിലാണ്. ഏതൊരു ജീവിയും ഭഗവാന്റെ സന്താനമാണ്. ഒരു ഉറുമ്പിനെ കൊല്ലുന്നത് പോലും അദ്ദേഹം ഓർക്കുകയില്ല. അതിന്റെ അനന്തരഫലം അയാളെ അനുഭവിച്ചേക്കും. സംസ്കൃതിക്ക് വേണ്ടി മൃഗങ്ങളെ ഹിംസിക്കുന്നത് ഏറ്റവും കടുത്ത അജ്ഞതയാണ്. മനുഷ്യനെ മൃഗങ്ങളെ കൊല്ലേണ്ടെന്ന് ആവശ്യമേ ഇല്ല. നമുക്ക് ഈശ്വരദത്തമായ വളരെയധികം നല്ല ഭക്ഷണപദാർത്ഥങ്ങളുണ്ട്. എന്നിട്ട് മാംസഭക്ഷണത്തിനാൽ ആസക്തരാകുന്നത് അജ്ഞാനത്തിൽ തന്നെയാണെന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ ചെയ്യുന്നയാൾ ഭാവിയെ സ്വയം അന്ധകാരമായ എന്നതാണ്. ജന്തുഹിംസകൾ വെച്ച ഗോഹത്യാണ് ഏറ്റവും ഉത്തമമായത്. പാൽ തരുന്നത് കൊണ്ട് പശു നമുക്ക് സർവ്വ ദുഃഖങ്ങളും തരുകയാണ് ചെയ്യുന്നത്. കടുത്ത അജ്ഞാനത്തിലുള്ള ഒരു പ്രവൃത്തിയാണ് ഗോവധം. രോഗിയും പിടിതാൽസരം എന്ന ഋഗ്വേദം നോക്കുക. പാൽ കുടിച്ച് പൂർണ്ണസംതൃപ്തനായ ഒരാൾ പശുവിനെ ഹിംസിക്കാൻ ആഗ്രഹിക്കുന്നത് കടുത്ത തമോഗുണത്തിലാണെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. വൈദിക സാഹിത്യത്തിലെ ഒരു പ്രാർത്ഥന ഇപ്രകാരം പറയുന്നു: നമോ ബ്രഹ്മണ ദേവായ ഗോത്രമണഹിതായ ജഗത്പിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണപുരാണം 1:19. ഭഗവാൻ പശുക്കളുടെയും ബ്രാഹ്മണരുടെയും അഭിജയകാംക്ഷികളാണ്. ലോകത്തിൽ മാത്ര സമൂഹത്തിന് ആദ്യത്തെയും അഭിജയകാംക്ഷിയാണ്. ഈ സ്ഥിതിയിൽ പശുക്കളുടെയും ബ്രാഹ്മണരുടെയും സംരക്ഷണത്തെയും കുറിച്ച് പ്രത്യേകം പറയുന്നുണ്ട്. കാരണം ബ്രാഹ്മണർ ആധ്യാത്മിക സംസ്കാരത്തിന്റെയും പശുക്കൾ അതിവിശിഷ്ടമായ ആഹാരത്തിന്റെയും പ്രതീകങ്ങളാണെന്നതാണ്. ബ്രാഹ്മണർക്കും ഗോത്രർക്കും സർവ്വസംരക്ഷണവും നൽകും. അതാണ് സംസ്കാരത്തിന്റെ യഥാർത്ഥ കുറവ്. ആധുനിക മാനവ സമൂഹത്തിൽ ആധ്യാത്മിക സംസ്കാരം അവഗണിക്കപ്പെടുന്നു. ഗോവധത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. മനുഷ്യവർഗം തെറ്റായ വഴിക്കാണ് മുന്നേറുന്നതെന്നും അതിന്റെ തന്നെ നാശത്തിന് വഴിവെക്കുകയാണെന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കാം. പ്രജകളെ വരും ജന്മങ്ങൾ ഗുണങ്ങളാക്കാൻ സഹായിക്കുന്ന സാമൂഹിക സംസ്കാരം തീർച്ചയായും മനുഷ്യരുടേതല്ല. ഇന്നത്തെ മാനവ സംസ്കാരം സമൂഹങ്ങളാൽ അങ്ങേയറ്റം വഴിവെക്കപ്പെട്ടതാണ്. ആപത്കരമായ ഈ കാലം മനുഷ്യവർഗത്തെ ഒരു മഹാവിപത്തിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി സുരക്ഷിതമായ കൃഷ്ണാബോധ പ്രക്രിയയ്ക്ക് നയിക്കാൻ എല്ലാ രാഷ്ട്രങ്ങളും ശ്രദ്ധിക്കണം. ഓമജ്ഞാനതിമിരാന്തസ്യ ജനാർദ്ദനാശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ സമദാതികം ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരോം വൈഷ്ണവാം ച ശ്രീരൂപം സാന്ദ്രജാതം സകലരഘുനാഥാന്വിതം ത്വം സജീവം സാദ്വൈതം സാവധൂതം ഭജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സകലനവൃതാ ശ്രീവിശാഖാന്യതാം ച നമാം വിഷ്ണുപാദായ കൃഷ്ണശ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനി നാമിനേ നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ നമാം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതീ നാമിനേ ശ്രീവാശ്രവാനവേ ദേവി ദൈതായ കൃപാബ്ധയേ കൃഷ്ണസംബന്ധ വിജ്ഞാനദായിനേ ഭവേ നമഃ. മാധുര്യോ ജലപ്രേമാഠ്യ ശ്രീരൂപാനുഗഭക്തിദ ശ്രീഗുണകരുണാശക്തി വിഘ്നായ നമസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തയേ ദീനതാരിണേ രൂപാനുഗവിരുദ്ധാവ സിദ്ധാന്തകാരിണേ. നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തയേ വിഭ്രലംബര സാംഭോജോ പദാംബുജായതേ നമഃ. നമോ ഭക്തി വിനോദായ സച്ചിദാനന്ദനാമിനേ ഗൗരശക്തി സ്വരൂപായ രൂപാനുഗരായതേ. ഗൗരാവിർഭാവഭൂമിസ്ഥം നിർദ്ദിഷ്ട സജ്ജന പ്രിയ വൈഷ്ണവ സാർവഭൗമ ശ്രീ ജഗന്നാഥായ തേ നമഃ. പഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാ പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ മഹാവദന്യായ കൃഷ്ണ പ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണ ചൈതന്യ നാമ്നേ ഗൗരത്വശേ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാ കാന്ത നമസ്തുതേ. വേദാം സുരതോ പങ്കോർമമ മന്ദമദീർഘതി മത്സർവസ്വപദാ ഭോജോ രാധാ മദനമോഹനോ ദിവ്യാ വൃന്ദാരണ്യകൽപതുമാധ ശ്രീമദ്രത്നാകാര സിംഹാസനസ്ഥോ ശ്രീമദ് രാധാ ശ്രീലഗോവിന്ദ ദേവോ ശ്രേഷ്ഠാ लीवी सेव्यमानौ स्मरामि
श्रीमान रासरसारंभे वंशी वरदरस्थिता कष्टं वेणुस्वनेर्गोविदाताय श्रीस्तनमः काञ्चन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंदा। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। ഹരേ കൃഷ്ണ. ഇവിടെ നമ്മൾ 16ാമത്തെ ശ്ലോകം കർമ്മണ സുഹൃതസ്യാഹു സ്വാത്വികം നിർമ്മലം ഫലം രജസ്തസ്തു ഫലം ദുഃഖം അജ്ഞാനം തമസം. ഇവിടെ ഭഗവാൻ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുക. കഴിഞ്ഞ അധ്യായത്തില് ക്ഷേത്രൻ ക്ഷേത്രജ്ഞ പ്രകൃതി ഇതിനെപ്പറ്റി ഭഗവാൻ പറഞ്ഞു. പ്രകൃതി ക്ഷേത്രം ക്ഷേത്രം. അതിൽ നിന്ന് എന്താണ് ഭൗതിക പ്രകൃതി എന്ന് പറഞ്ഞു. എന്താണ് ഭൗതിക പ്രകൃതി, എന്താണ് പ്രകൃതി? എന്താണ് പ്രകൃതി? ഭഗവാന്റെ ശക്തിയാണ് അല്ലേ? ഭഗവാന്റെ നമുക്കറിയാം 3 തരത്തിലുള്ള ശക്തികളുണ്ട് പ്രധാനമായിട്ടും. അന്തരംഗ ശക്തി, ബഹിരംഗ ശക്തി, തടസ്ഥ ശക്തി. ഇതിൽ ഭൗതിക പ്രകൃതി ഏത് ശക്തിയാണ്? ബഹിരംഗ ശക്തി. ഈ ബഹിരംഗ ശക്തി തുടക്കത്തിൽ 2ആയിട്ട്, അല്ലെങ്കിൽ ഇതിനെ മായ എന്ന്. ഓക്കെ, ഈ മായ 2ആയിട്ട് വിഭജിക്കപ്പെടുന്നു, അല്ലെങ്കിൽ 2ആയിട്ട് എക്സ്പാൻഡ് ചെയ്യും. ഒന്ന് ജീവമായ, മറ്റൊന്ന് ഗുണമായ. അതില് ഗുണമായയാണ് പിന്നീട് ഈ ജീവമായ 2ആയിട്ട് ആവരണാത്മകമായ, പ്രക്ഷേപാത്മകമായ എന്ന് വിഭജിക്കപ്പെടും. ക്ലിയർ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇവിടെ ഭഗവാന്റെ ഭൗതിക പ്രകൃതി അല്ലെങ്കിൽ ബഹിരംഗ ശക്തി 2ആയിട്ട് ജീവമായ, ഗുണമായ. ഗുണമായ എന്ത് ചെയ്യുന്നു? സത്വരജസ്തമോ ഗുണങ്ങളെ കൺട്രോൾ ചെയ്യും. ആ ഗുണമായയുടെ ഭാഗമാണ് ഭഗവാന്റെ എക്സ്പ്ലനേഷൻ. ഇനി ഏതാണ് ഇപ്പോഴത്തെ ഭാഗം? ജീവമായ. ജീവമായ 2ആയിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്യപ്പെടുന്നു. ആവരണാത്മകമായ, പ്രക്ഷേപാത്മകമായ. ആവരണാത്മകമായ എന്താ ചെയ്യണേ? നമ്മളും ഭഗവാനും തമ്മിലുള്ള ബന്ധത്തിനെ കവർ ചെയ്യും, കർത്തൻ ആവരണം ചെയ്യും. പ്രക്ഷേപാത്മകമായ എന്ത് ചെയ്യുന്നു? നമ്മൾ ഈ ബോഡിയാണെന്നുള്ള ബോധം ഉറപ്പിക്കും. ഇതാണ് ഇപ്പോഴത്തെ പോർഷൻ. നമുക്ക് ഇപ്പോൾ പഠിക്കാനുള്ളത് ഏതാണ്? ഗുണമായ. ഓക്കെ, ഭഗവാൻ ഭൗതിക പ്രകൃതിയുടെ 3 ഗുണങ്ങളെ പറ്റി ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഈ അധ്യായത്തിൽ 5ാമത്തെ ശ്ലോകം മുതൽ സത്വരജസ്തമോ ഗുണങ്ങളെ പറ്റി ഭഗവാൻ വിവരിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു. എന്താണ് സ്വാത്വികം, എന്താണ് രാജസികം, എന്താണ് താമസികം. ഇത് 3 എന്താണ്? 3 ഗുണത്തിലുള്ള കർമ്മങ്ങളാണ്. ഓക്കെ, ഈ ഭൗതിക പ്രകൃതിയിൽ ജനിച്ചിട്ടുള്ള ഏതൊരു വ്യക്തിയും എന്ത് ചെയ്യണം? ഈ ഭൗതിക പ്രകൃതിയുടെ അല്ലെങ്കിൽ ഗുണമായയുടെ സ്വാധീനത്തിൽ ഈ 3 ഗുണങ്ങളിൽ ഏതെങ്കിലും ഒന്നോ അതിലധികമോ ഉള്ള ഗുണങ്ങളിൽ നിന്നുകൊണ്ട് വേണം പ്രവൃത്തികൾ ചെയ്യാൻ. അപ്പോഴ് ഈ 3 ഗുണങ്ങളാണെങ്കിലും നമ്മളെ ഇവിടെ തറച്ചെടുക്കും. സത്വഗുണമാണെങ്കിലും, രജോ ഗുണമാണെങ്കിലും, തമോ ഗുണമാണെങ്കിലും നമ്മളെ ഈ ഭൗതിക ലോകത്തിൽ നിന്ന് തന്നെയാണ്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ഉയരാനായിട്ട് സാധിക്കില്ല. അതാണ് ഭഗവാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. അതിന്റെ തുടക്കമാണ്. ഇനി പോകെ പോകെ ഭഗവാൻ ഈ സ്വാത്വിക ഗുണത്തിന്റെയും രജോ ഗുണത്തിന്റെയും തമോ ഗുണത്തിന്റെയും എന്താണ് ഫലം, അതുകൊണ്ട് എന്ത് ഗുണമാണ്, എന്താണ് ഉണ്ടാകുന്നത്, ഫ്യൂച്ചറിൽ ഈ ഗുണത്തിൽ കർമ്മം ചെയ്യുന്നവർക്ക് എന്ത് സംഭവിക്കും, ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം ഈ ഗുണത്തിൽ നിന്നും മാറിയിട്ട് വിശുദ്ധ സത്വാവസ്ഥ എന്ന് പറയുന്ന തലത്തിൽ നിന്നിട്ട് ഭഗവത് സേവനം ചെയ്യണം എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ അവിടത്തേക്ക് നമ്മൾ പിന്നീട് എത്തത്തേ ഉള്ളൂ. അപ്പോൾ തുടർന്നുള്ള സീനിയർ ഡിവോട്ടീസ് നിങ്ങൾക്ക് വളരെ വിശദീകരിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഇതിന് മുമ്പുള്ള ഭാഗങ്ങളും
വളരെ ഭംഗിയായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഈ ശ്ലോകത്തിൽ എന്താണ് ഭഗവാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ പറയുന്നു സുകൃതം, നല്ല കർമ്മങ്ങൾ അല്ലെങ്കിൽ സ്വാത്വികമായിട്ടുള്ള കർമ്മത്തിന്റെ ഫലം എന്താണ് എന്ന്. കഴിഞ്ഞ ശ്ലോകത്തിൽ എന്താണ് പറഞ്ഞത്? ഇവര് സാത്വിക ഗുണത്തിലും രജോ ഗുണത്തിലും തമോ ഗുണത്തിലും പ്രവൃത്തികൾ ചെയ്തിട്ടുള്ള ആളുകൾ ഈ ശരീരം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ എവിടെ എത്തും എന്നാണ് പറഞ്ഞത്. ഇവിടെ അവർക്ക് ലഭിക്കുന്ന ഫലം എന്താണ്? എന്തുകൊണ്ട് അവർ ആ സ്ഥലത്തെത്തുന്നു? നമുക്കൊരു ഫലം കിട്ടുന്നത് കൊണ്ടാണ് അവിടെ എത്താൻ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ മെറ്റീരിയൽ എഡ്യൂക്കേഷന് ഒരു സർട്ടിഫിക്കറ്റ് വെച്ചിട്ടുണ്ട്. ഈ സർട്ടിഫിക്കറ്റ് ഉള്ളത് കൊണ്ടാണ് ജോലി കിട്ടുന്നത്. ഈ സർട്ടിഫൈഡ് എന്താണ് സർട്ടിഫൈ ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ ഭഗവാൻ പറയാം. അതായത് ആ ആൾക്ക് ആ തലത്തിലെത്താനായിട്ട് സാധിച്ചു. ഇപ്പോൾ ഒരു ടീച്ചറായിട്ട് പഠിക്കണം അല്ലെങ്കിൽ പഠിപ്പിക്കണമെങ്കിൽ BEd വേണം. അപ്പം BEd ഉള്ള ഒരാളാണ് ടീച്ചറായിട്ട് പഠിപ്പിക്കുക എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ ആ തലത്തിൽ, അതായത് പുണ്യം ചെയ്തിട്ടുള്ളവർ അല്ലെങ്കിൽ സാത്വിക പ്രവൃത്തികൾ ചെയ്തിട്ടുള്ളവർ ഉപരിലോകങ്ങളിൽ ചെല്ലും എന്ന് പറഞ്ഞു. അതിനുള്ള എലിജിബിലിറ്റി എന്താണ്, അവർക്ക് എന്താണ് കിട്ടുന്നത്, എന്തുകൊണ്ടാണ് അവർ ഇവിടെ എത്തിയത് എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. ഓക്കെ, അപ്പം സുഹൃതം ചെയ്യുന്ന ആളുകൾക്ക് എന്ത് കിട്ടും? സുഹൃതം കിട്ടും. പക്ഷെ കലിയുഗത്തിൽ അത് കിട്ടണമെന്ന് ഇല്ല. നല്ലത് ചെയ്താലും എന്ത് കിട്ടും? ചീത്ത കിട്ടും, അല്ലേ? ഇപ്പോഴും. പക്ഷെ അവർക്ക് ശരീരം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ആ ചെയ്ത സുഹൃതം ഒരിക്കലും ക്ഷയിച്ചു പോകുന്നില്ല. നമുക്കറിയാം റിംഗി രാജാവിന്റെ കഥ. ബ്രാഹ്മണർക്ക് വേണ്ടിയിട്ട് ഉപകാരം ചെയ്തതാണ്. പക്ഷെ അദ്ദേഹത്തിന് ശാപം കിട്ടിയിട്ട് പല്ലിയായിട്ട് ജനിക്കേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം എന്താ ചെയ്തത്? ഉപകാരമാണ്. ബ്രാഹ്മണര് ഒരിക്കലും കഷ്ടപ്പെടരുത്. അതുപോലെ തന്നെ പശു, ഗോ, ബ്രാഹ്മണം, ഇവർ രണ്ടു കൂട്ടര് സമൂഹത്തില് സന്തോഷമായിട്ടും സന്തുഷ്ടിയോടുകൂടി ഇരുന്നാൽ ആ രാജ്യം സമ്പൽ സമൃദ്ധിയോടുകൂടി ഇരിക്കും. പ്രഭുപാദ് പറയാറുണ്ട്, ഇന്ന് ഈ കാണുന്ന ലോകത്തിലെ ഈ മുഴുവൻ ബുദ്ധിമുട്ടുകൾക്കും കാരണം എന്ന് പറയുന്നത് പശുക്കളെ കൊല്ലുന്നതാണ്, മൃഗങ്ങളോട് കരുണയില്ലാത്തതാണ്. അത് ഏറ്റവും താമസികമായിട്ടുള്ള പ്രവൃത്തിയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സുഹൃതം ചെയ്യുന്നവർക്ക് പുണ്യം. ഇതാര് പറഞ്ഞിരിക്കുന്നു? ആരാ പറഞ്ഞിരിക്കുന്നത്? ഭഗവാൻ പറഞ്ഞു എന്നാണോ പറയണേ? അല്ല, ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സുഹൃതസ്യാഹു മീൻസ് തത്വം ദർശിക്കുന്ന ആളുകൾ പറഞ്ഞിട്ടുണ്ട് എന്ന്. ഭഗവാൻ സ്വന്തമായിട്ട് പറയുമല്ല, വേറെ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇവിടെ പറയാം. ഭഗവാൻ നേരിട്ട് പറയുകയല്ല. ഓക്കെ, ഇതിനു ശേഷമാണ് ഭഗവാൻ പറയുന്നത് അതെല്ലാം വിട്ടിട്ട് എന്നെ ആശ്രയിക്കുന്നു. അതാണ് ഭഗവാൻ പറയുന്നത്. ഇവിടെ സുഹൃതം ചെയ്തിട്ടുള്ള അവരുടെ എക്സ്പീരിയൻസിൽ നിന്നിട്ടാണ് അവർ പറയണത്. എന്ത്? സുഹൃതം ചെയ്താൽ സുഹൃതം കിട്ടും. സുഹൃതസ്യാഹു, സുഹൃതം ചെയ്തിട്ടുള്ള ആഹു അവര് പറയുന്നു. അല്ലെങ്കിൽ സുഹൃതത്തിന്റെ ഫലം അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവരെ, കണ്ടറിഞ്ഞിട്ടുള്ളവര്. പ്രഭുപാദ് ഇവിടെ വാക്കുകളുടെ മീനിങ്ങില് ഇങ്ങനെ ഉള്ളവര്, സുഹൃതം ചെയ്തവര് തത്വദർശികൾ എന്നാണ് പറഞ്ഞത്. ദർശികൾ എന്നാണ്. തത്വദർശിന ആഹു എന്നുള്ള വാക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വാക്കുകളുടെ അർത്ഥം പറയുന്നത് രണ്ടും ഒന്ന് തന്നെ. സുഹൃതസ്യാഹു എന്ന് പറഞ്ഞാലും തത്വം ദർശിക്കുന്ന ആള് എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. കാര്യം തത്വം ദർശിക്കുന്ന ആൾക്ക് ഇതിന്റെ ഔട്ട്പുട്ട് എന്താണെന്ന് തിരിച്ചറിയാൻ ശേഷിയുള്ള ആളാണ്. കാര്യം എന്താണ്? അവര് തത്വവിത്തുവാണ്. തത്വവിത്തു മീൻസ് ദർശിക്കുന്ന ആൾ, തത്വം ദർശിക്കുന്നത്. എന്താണ് തത്വം? ഭഗവാനാണ് സുപ്രീം എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾക്ക് ഇതെല്ലാം അറിയാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ആളുകൾ പറഞ്ഞിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് കിട്ടും? സുഹൃതം ചെയ്താൽ എന്ത് കിട്ടും? നല്ലത് കിട്ടും, അല്ലെങ്കിൽ പുണ്യം കിട്ടും, നല്ല ഫലം. ഓക്കെ, ഈ നല്ല ഫലം കിട്ടിയാൽ എന്ത് പറ്റും? വീണ്ടും ജനിക്കണം, അല്ലേ? വീണ്ടും ജനിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എൻജോയ്മെന്റ് ഉള്ള മഹർ ലോകങ്ങളിൽ അല്ലെങ്കിൽ സ്വർഗ്ഗലോകങ്ങൾ തുടങ്ങിയിട്ടുള്ള ബ്രഹ്മലോകം വരെ ഉള്ള സ്ഥലങ്ങളിൽ നമുക്ക് അടുത്തൊരു ശരീരം കിട്ടും. അവിടെ ആസ്വാദനം കൂടുതലാണ്. താഴേക്ക് പോകുമ്പോൾ ഇത് ഭൂലോകം, ഇതിന്റെ താഴെ അതലം, വിതലം, സുതലം, തലാതലം, രസാതലം, മഹാതലം, പാതാളം, ഇങ്ങനെ 7 ലോകങ്ങൾ. ഇതിന്റെ മുകളിലോട്ട് ഇത് ഭൂലോക 7ാമത്തെ ലോകം, ഇതിന്റെ മുകളിൽ
ഭൂർലോകം, മഹർലോകം, സ്വർലോകം, ജനോലോകം, തപോലോകം, സത്യലോകം. ഇങ്ങനെ മുകളിലോട്ടുള്ള ലോകങ്ങൾ കിട്ടും ആർക്ക്? സുകൃതം ചെയ്തിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ആ സുകൃതം ചെയ്ത് ആ സ്ഥലത്തെത്തിയാലും ഭഗവാൻ പറയുന്നു ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. പുണ്യം ക്ഷയിച്ചു കഴിയുമ്പോൾ എത്തുവരും വീണ്ടും ഈ ഭൗതിക ലോകത്തിലേക്ക് ജനിക്കേണ്ടത്. മർത്യലോകം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂലോകം. എന്തുകൊണ്ടാണ് ഇതിനെ മർത്യലോകം എന്ന് പറയണത്? എന്താണ് കാര്യം? ഇത് മൃത്യു എപ്പം വരും എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത സ്ഥലം. ബ്രഹ്മാവിന് 100 വയസ്സായുസുണ്ട്. ബ്രഹ്മാവ് 100 വർഷം ഇരിക്കും സത്യലോകത്തിൽ. അവിടെ പെർമനന്റ് ആണ്, അതിനകത്ത് മാറ്റം വരും. നമ്മൾ 100 വയസ്സിരിക്കും എന്ന് പറയാൻ പറ്റുമോ? കാരണം എന്താണ്? നമുക്ക് മർത്യലോകത്തിലാണ്, മൃത്യു കൂടെയുള്ള ലോകത്തിൽ. അതുകൊണ്ട് എപ്പോൾ വേണേലും നമുക്ക് മൃത്യു സംഭവിക്കും. ഇവിടെ നമ്മൾ തന്നെ വിചാരിക്കണമെന്നില്ല, മറ്റുള്ള വിചാരിച്ചാലും നമുക്ക് മൃത്യു ഉണ്ടാക്കാനായിട്ട് സാധിക്കും. മീൻസ് ചെറിയ ചെറിയ മൃഗങ്ങളെ കൊല്ലുന്നു. പക്ഷെ അവിടെ അങ്ങനെയുള്ള ഉപരിലോകങ്ങളിലൊന്നും തന്നെ അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഇല്ല. അവര് കൂടെയുള്ള മറ്റുള്ള ജീവജാലങ്ങളെ ഉപദ്രവിക്കുന്ന പരിപാടികളൊന്നും മുകളിലില്ല. ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഇതിനെ എന്ത് പറയുന്നത്? മൃത്യു, മർത്യലോകം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇവിടെ മൃത്യു കൂടെയാണ്. ഇവിടെ നമുക്ക് നല്ല ചെയ്താൽ, പുണ്യം ചെയ്താൽ ഇവിടെ നിന്ന് ഉയരാനായിട്ട് സാധിക്കും. എവിടെ വരെ പോകാൻ പറ്റും? ബ്രഹ്മലോകം വരെ പറ്റും. ആ ബ്രഹ്മ ഭുവനാർ ലോകോ പുനരാവർത്തിനോ അർജുന മാമുപേത്തിയത് കൗന്ദേയ പുനർജന്മന ബുദ്ധ്യതേ. എന്തെല്ലാം പ്രവൃത്തി ചെയ്താലും പുണ്യപ്രവൃത്തികൾ ചെയ്തിട്ട് നിനക്ക് എത്താൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ബ്രഹ്മലോകം. അവിടെ വരെ പോയാലും പുനരാവർത്തി, വീണ്ടും ജനന മരണ ചക്രങ്ങളിലെ ഇങ്ങനെ വീണതേയിരിക്കുന്നു. എന്നാൽ മാമുപേത്തിയത് കൗന്ദേയ, എന്നെ ആരാണോ ഉപാസിക്കുന്നത്, പുനർജന്മ ന മീൻസ് ഇല്ല, പുനർജന്മം ഉണ്ടാവില്ല. വിദ്യതേ, നീ അറിഞ്ഞാൽ. ഇതാണ് കൃഷ്ണൻ പറയുന്നത്. ഭഗവാനെ ആശ്രയിക്കാത്തടത്തോളം കാലം നമ്മള് പുണ്യവും പാപവും ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ വീണ്ടും വീണ്ടും ജനിച്ചുകൊണ്ടിരിക്കും. അപ്പൊ പുണ്യം ചെയ്താൽ ഉപരിലോകങ്ങളിലെത്താം. ഉപരിലോകങ്ങളിൽ പോയിട്ട് എന്താ കാര്യം? അവിടെ ആസ്വാദനം കൂടുതലാണ്, ലൈഫിന്റെ സ്പാൻ കൂടുതലാണ്, ജീവിത കാലഘട്ടം കൂടുതലാണ്, ഇവിടെ ഉള്ളവരെക്കാട്ടിൽ കൂടുതലാണ്. ഇപ്പൊ ദേവന്മാരുടെ ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മുടെ 6 മാസമാണ്. നമ്മളുടെ 6 മാസത്തെ കാലാവധിയാണ് അവരുടെ ഒരു ദിവസം. എന്തുകൊണ്ടാണ് അത്രയും സമയം കൊടുത്തിരിക്കുന്നത് അവർക്ക്? എന്താണ് കാരണം? അവിടെ എൻജോയ്മെന്റ് കൂടുതലാണ്. താഴേക്കുള്ള ലോകങ്ങളിൽ പോയാൽ അവിടെ ജീവിത ദൈർഘ്യം നമ്മളെക്കാട്ടി കുറവാണ്. നരകലോകങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ തീരെ കുറവാണ്. പക്ഷേ അത്രയും സമയം അനുഭവിക്കുന്ന ദുരിതം എന്ന് പറഞ്ഞാൽ വളരെ കഠിനമായിട്ട് നോക്കും. തുടക്കത്തിൽ അർജുനൻ പറയുന്നുണ്ട്, നരകേ നിയതം വാസം, നിത്യ നരകത്തിൽ ഞാൻ പതിക്കേണ്ടി വരുന്ന ആ ഒരു പ്രവൃത്തി ചെയ്യാൻ ജനാർദ്ദന കൃഷ്ണ, ജനങ്ങളിൽ ആർദ്രതയുള്ളവനെ എന്നെ നിർബന്ധിക്കുന്നു. കാര്യം അർജുനൻ പറയുന്നത്, ഞാൻ കണ്ടിന്യൂസ് നിയതം വാസം നരകത്തിൽ. അങ്ങനെ ഭഗവാൻ ഉപേക്ഷിക്കില്ല ഒരാളെയും. എത്ര വലിയ തെറ്റ് ചെയ്തിട്ടുള്ള ആളാണെങ്കിലും അവിടെ നിന്നും ഭഗവാൻ അവർക്ക് വീണ്ടും ഒരു ചാൻസ് കൊടുക്കും. അപ്പോൾ ഈ പുണ്യം ചെയ്താൽ പുണ്യം കിട്ടും. പുണ്യം നേടിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഉപരിലോകങ്ങളിൽ പോകാം. ഉപരിലോകങ്ങളിൽ ചെന്നാലും അവർക്ക് കൊടുത്തിരിക്കുന്ന ലൈഫ് സ്പാൻ തീരും. നമ്മളെ വെച്ച് നോക്കുമ്പോൾ ബ്രഹ്മാവിന്റെ കാലഘട്ടം എത്രയാണെന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. ബ്രഹ്മാവിന്റെ ഒരു പകലെന്ന് പറയുന്നത് നമ്മുടെ 1000 ചതുർയുഗം. 1000 ചതുർയുഗം അത്ര തന്നെ ബ്രഹ്മാവിന് ഒരു രാത്രിയാണ്. 2000 ചതുർയുഗം എന്ന് പറയുന്നതാണ് ബ്രഹ്മാവിന്റെ ഒരു ദിവസം. അതേ ഇൻറ്റു 365 ബ്രഹ്മാവിന്റെ ഒരു വർഷം. അതേ ഇൻറ്റു 100 അതാണ് ബ്രഹ്മാവിന്റെ ഒരു ആയുസ്. ഓക്കെ. ഇപ്പോൾ ബ്രഹ്മാവിന് എത്ര വയസ്സുണ്ട്? 51 വയസ്സ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഡേ ആണ് ഇപ്പോൾ നടക്കുന്നത്. ശാസ്ത്രവിധി പ്രകാരം 51 വയസ്സ് കഴിഞ്ഞിട്ട് ആദ്യത്തെ പകലാണ്. ആ പകലിലെ 28ാമത്തെ ചതുർയുഗത്തിലെ 7ാമത്തെ മന്വന്തരത്തിലെ വൈവസ്വത മനുവിന്റെ കാലഘട്ടത്തിലെ കലിയുഗമാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ പുണ്യപ്രവൃത്തികൾ ചെയ്തു, പുണ്യം സമ്പാദിച്ചു, എവിടെയെത്തി? ബ്രഹ്മലോകം വരെ പോകാം. ഫലം എന്താണ്? പുനരാവർത്തി, വീണ്ടും ജനിക്കേണ്ടതായി. അപ്പം പുണ്യം ചെയ്തിട്ടുള്ള ആളുകൾക്ക് ബ്രഹ്മലോകം വരെ എത്താനായിട്ട് സാധിക്കുന്നു. പക്ഷേ ഒരു ഭക്തൻ എവിടെയാണ് എത്തേണ്ടത്? ഭൂലോകം എന്താണ്? അവിടെ നിന്ന് വേണ്ടി ദൂരമുണ്ട്, ഒരുപാട് ദൂരം. ബ്രഹ്മലോകത്തിൽ നിന്ന് ഒരുപാട് ദൂരമുണ്ട്.
എന്നാൽ ഒരു ശുദ്ധഭക്തന് വളരെ ഈസിയാണ്. ഇപ്പോൾ നമ്മൾ മരണശേഷം എവിടെ എത്തണമെന്നാണ് നമ്മുടെ ആഗ്രഹം? ഗോലോക വൃന്ദാവനത്തിൽ. ഇല്ലേ? എല്ലാവർക്കും പോകണം ഗോലോക വൃന്ദാവനം. ഗോലോക വൃന്ദാവനത്തിൽ നമുക്ക് ഡയറക്റ്റ് പോകാൻ പറ്റുമോ? അപ്പൊ എന്ത് ചെയ്യും? എങ്ങനെയാണ് നമ്മൾ ഗോലോക വൃന്ദാവനത്തിലേക്ക് പോകാനുള്ള സാധു ശാസ്ത്ര? പിന്നെ ഭാഗവതം 10-ാം സ്കന്ധത്തില് പ്രഭുപാദ് പട്ടി പറഞ്ഞേക്കുന്നത്, നമ്മൾ ഇപ്പോൾ ഭക്തിയൊക്കെ ചെയ്തു, ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ശരീരം ഉപേക്ഷിച്ച് ഡയറക്റ്റ് നമ്മളെ ഗോലോകത്തിലേക്ക് കൊണ്ടുപോകല്ല ചെയ്യണേ. ഈ ഭൗതിക പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഭഗവാൻ ലീല നടത്തുന്നുണ്ടാവും. നമ്മളെ അവിടെ കൊണ്ടുപോയിട്ട് പരിശീലനം തരും. അവിടെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നാണ്. എന്നിട്ട് ട്രെയിൻ ചെയ്തിട്ട് യോഗ്യത നേടിയിട്ടാണ് ഗോലോക വൃന്ദാവനത്തിലേക്ക് എത്തുന്നത്. ഡയറക്റ്റ് ഇപ്പോൾ അവസാനം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു 60, 65, 70, 75, 90, 100 വയസ്സിൽ അവസാനം കൃഷ്ണ എന്ന് വിളിച്ച് നേരെ ഗോലോക നടക്കില്ല. ഇനിയുണ്ട് ട്രെയിനിങ്. എങ്ങനെയാണോ ഭഗവാൻ ഭൗമ ലോകങ്ങളിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഭൗതിക പ്രകൃതിയിൽ ഏതെങ്കിലും ബ്രഹ്മാണ്ടത്തിൽ ഇപ്പോഴും ഭഗവത്ഗീത ഭഗവാൻ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള സ്ഥലത്തേക്കാണ് ഈ ജീവാത്മാവ് എൻട്രി ചെയ്യുന്നത്. അതിൽ ഏതാണോ അദ്ദേഹത്തിന് ഭഗവാൻ പറഞ്ഞിട്ടുള്ള സർവീസ്, അതനുസരിച്ച് അദ്ദേഹത്തിന് അവിടെ കണ്ടിന്യൂ ചെയ്യാനുള്ള അവസരം കിട്ടുകയും പിന്നീട് അത് ട്രെയിൻഡായിട്ട് ഗോലോകം ഉണ്ടാകുന്നത്. ഇങ്ങനെയാണ് 10-ാമത്തെ സ്കന്ധം 1-ാം അധ്യായത്തിൽ പർപ്പറ്റിൽ പറഞ്ഞത്. ഡയറക്റ്റ് നമുക്ക് പോവാം. പെട്ടെന്ന് അത് സ്പെഷ്യൽ കേസാണ്. ഭഗവാൻ വന്ന് നേരിട്ട് കൊണ്ടുവന്നു. ചില ആളുകളോട് കാരുണ്യം കാണിക്കാറുണ്ട്. ഇപ്പോൾ ഗജേന്ദ്രൻ ഒരു പ്രാവശ്യം ഇതുപോലെ പറഞ്ഞപ്പോൾ ചില ഡിവോട്ടീസ് ചോദിച്ചു, ഗജേന്ദ്രനൊക്കെ ഒരു സർവീസും ചെയ്യാഞ്ഞിട്ട് ഗജേന്ദ്രനെയൊക്കെ ഭഗവാൻ ഇത്ര പെട്ടെന്ന് കൊണ്ടുപോയില്ലേ? നമ്മളൊക്കെ ഇത്രയൊക്കെ ചെയ്തില്ലേ, പിന്നെ നമുക്ക് എന്താ പോയാലും? അത് തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം ഒരു ചില കണ്ടീഷനിൽ ഭഗവാൻ പെർമിഷൻ കൊടുക്കും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, കുറച്ച് ബുദ്ധിമാന്യമുള്ള കുട്ടികളുടെ സിലബസും പഠിക്കാൻ മിടുക്കനായിട്ടുള്ള സാധാരണ ഒരു കുട്ടിയുടെ സിലബസും തമ്മിൽ വ്യത്യാസമുണ്ട്, അല്ലേ? ചെറിയ ബുദ്ധിക്ക് ഇച്ചിരി കുറവുള്ള ആൾക്കാർക്ക് അതിനനുസരിച്ചുള്ള സിലബസ് ആയിരിക്കും പറഞ്ഞിട്ടുള്ളത്. അപ്പം അതേപോലെ ലോ സ്പീഷ്യസിലുള്ള ആളുകൾക്ക് ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് ഭഗവാൻ സ്പെഷ്യലായിട്ട് കാര്യം കാണിക്കുന്നുണ്ട്. നമുക്ക് ശാസ്ത്രം തന്നിട്ടുണ്ട്, സത്സംഗം തന്നിട്ടുണ്ട്, പ്രഭുവാദിന്റെ പുറപ്പെട്ട് തന്നിട്ടുണ്ട്. നമ്മളത് പഠിച്ച് നമ്മൾ ബുദ്ധിയുള്ളവരാണ്. യജന്തി സുമേധസം, അല്ലേ? നാമം സ്വീകരിച്ചവരാണ്. അതിൻ്റെ അർത്ഥം നമുക്ക് നല്ല ബുദ്ധിയുള്ളവരാണ്. അതുകൊണ്ട് നമ്മൾ ആ വഴിക്ക് പ്രാക്ടീസ് ചെയ്ത് തന്നെ പോകണം. കാരണം എന്താണ്? ബാക്കിയുള്ള കുറേ ആൾക്കാർ ഇത് കണ്ട് പരിശീലിച്ച് തിരിച്ച് ഭഗവാന്റെ അടുത്തെത്തും. മറ്റേത് സ്പെഷ്യൽ കേസാണ് ഭഗവാൻ അവരോട് കാണിക്കുന്ന കൃപാഭക്തി എന്ന്. 2 രീതിയിലാണ്. ഒന്ന് സാധനാഭക്തി, നമ്മുടെ സാധന കൊണ്ട് കിട്ടുന്നത്. മറ്റൊന്ന് ഭഗവാന്റെ കൃപാഭക്തി, ഭഗവാന്റെ കാരുണ്യം കൊണ്ട്. അപ്പം ഇങ്ങനെയുള്ള ലോ സ്പീഷ്യസിലുള്ള മൃഗങ്ങളോടും ഒക്കെ തന്നെ ഭഗവാൻ എലിയെ കൊണ്ടുപോയി ഭഗവാൻ, അല്ലേ? ദാമോദര മാസം എന്താണ് ഭഗവാന്റെ കാരുണ്യം. അപ്പം നമ്മൾ അത്രമാത്രം ബുദ്ധിയുള്ള ആളാണെന്നാണ് ഭഗവാൻ പറയുന്നത്. കാരണം എന്താണ്? നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നവരാണ്. ചൈതന്യ മഹാപ്രഭുവിനെ സ്വീകരിച്ചത്, അറിയാനുള്ള ഭാഗ്യം ലഭിച്ചത്. അപ്പോൾ നമ്മളത് പ്രാക്ടീസ് ചെയ്ത് തന്നെ വരണം. അപ്പോൾ ഭക്തൻ എത്തേണ്ടത് ഗോലോക വൃന്ദാവനത്തിലാണ്. ബ്രഹ്മജ്യോതി, ബ്രഹ്മലോകം കഴിഞ്ഞ് ബ്രഹ്മജ്യോതി, അത് കഴിഞ്ഞിട്ട് വിരജാ നദി കഴിഞ്ഞിട്ട് വൈകുണ്ഠ ലോകം സ്റ്റാർട്ട് ചെയ്യും. വിരജാ നദി പോയി കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കുളിക്കണം, അല്ലേ? വിരജാ നദിയിൽ മുങ്ങിക്കഴിയുമ്പോൾ നമുക്ക് നമ്മളുടെ സ്വരൂപം, ആധ്യാത്മിക ലോകത്തിലേക്ക് പോകേണ്ട സ്വരൂപം എന്താണോ കിട്ടും. പിന്നീട് ആ സ്വരൂപവുമായിട്ടാണ് ഭഗവാന്റെ ലോകത്തേക്ക് പോകുന്നത്. അപ്പം ഇത് ഇല്ലാതെ തമോ ഗുണത്തിലൊക്കെ ജീവിക്കുന്ന ആളുകളുടെ സ്ഥിതി എന്താണ്? അവര് വൈതരണി എന്ന് പറയുന്ന നദിക്കകത്ത് രണ്ടാണേലും കുളിക്കാതെ കേട്ടത്തില്ല. രണ്ടാണേലും നദിക്കകത്ത് മുങ്ങണം, കുളിക്കണം. അപ്പൊ അതുകൊണ്ട് ഇവര് വൈതരണി നദിയിൽ മുങ്ങും. വൈതരണിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? അത്രമാത്രം അസ്ഥി, മാംസമൊക്കെ കൂടെ അഴുകി പുഴുക്കളൊക്കെ ഉള്ള വളരെ ദുർഗന്ധമുള്ള സ്ഥലമാണ് വൈതരണി. അപ്പൊ അവിടെ മുങ്ങണോ വിരജയിൽ മുങ്ങണോ എന്ന് തീരുമാനിക്കാനുള്ളൊരു ചാൻസ് ഭഗവാൻ തന്നിട്ടുണ്ട്. 3 ഗുണത്തിൽ നിന്നാലും ആ ചാൻസ് കിട്ടി. ഭഗവാൻ പറയുന്നതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇന്ത്യയുടെ തലസ്ഥാനം ഏതാണ്? മൂന്ന് ഓപ്ഷൻ ഇതേ ഉള്ളൂ. ഏതൊക്കെയാണ്? ഒന്ന് ന്യൂയോർക്ക്, രണ്ടാമത്തത് ടോക്കിയോ, മൂന്നാമത്തെ ലണ്ടൻ. ഇതിലേതാണ് ഇന്ത്യയുടെ തലസ്ഥാനം? ഉണ്ടോ? ഇന്ത്യയുടെ തലസ്ഥാനം ഏത് യൂസ് ചെയ്താലും പൊട്ടത്തെറ്റാണ്. അതേപോലെയാണ് ഇതിൽ 3 ഏത് യൂസ് ചെയ്താലും, ഏത് തിരഞ്ഞെടുത്താലും പൊട്ടത്തെറ്റാണ്. കാരണം എന്താണ്? ഇതിനകത്ത് കൃഷ്ണനില്ല. 3 ഗുണങ്ങളിൽ ഏത് ഗുണത്തിൽ നിന്ന് പ്രവർത്തി ചെയ്താലും കൃഷ്ണനില്ലാത്തത് കൊണ്ട് നമുക്ക് ഭഗവാന്റെ അടുത്ത് എത്താൻ പറ്റും. അപ്പം അതുകൊണ്ട് ഈ ഗുണത്തിൽ നിന്നുകൊണ്ട് എങ്ങനെ ഭൗതിക പ്രകൃതിയുടെ ഗുണ മീൻസ് എന്താണ്? റോപ്പ്.
കെട്ടലാണ്. സാത്വിക ഗുണത്തിലുള്ള കർമ്മം ചെയ്താലും ഇത് നമ്മളെ കെട്ടിയിടുന്നതാണ്. സാത്വിക ഗുണത്തിലുള്ളതാണെങ്കിലും ഇവിടെ പറഞ്ഞിരിക്കുന്നത് പപ്പട്ടിത്തൻ ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് അത് കെട്ടിയിടുന്നതാണ്. സാത്വിക ഗുണത്തിലുള്ള കെട്ടിയിടുന്നു. അവിടെ പോയാലും നമുക്ക് വീണ്ടും ഈ ഭൗതിക ലോകത്തിലേക്ക് വന്നതായിട്ട്. അപ്പോൾ ഓരോ ഗുണത്തിനനുസരിച്ച് നമ്മളിവിടെ കെട്ടിയിടുകയാണ്. അതിനെ കട്ട് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഡിവോഷണൽ സർവീസ്. ഭഗവാന്റെ സേവനം എന്ത് ചെയ്യുന്നു? ഈ 3 ഗുണം കൊണ്ടുണ്ടായിരിക്കുന്ന കെട്ടിനെ കട്ട് ചെയ്യും. ബാക്കിയുള്ള സത്വരജസ്തമോ ഗുണങ്ങൾ എന്ത് ചെയ്യും? വീണ്ടും ചെയ്യുന്നതിൻ്റെ അനുസരിച്ച് നമ്മളിവിടെ കെട്ടിയിടുന്നു. എന്നാൽ ഡിവോഷണൽ സർവീസ് ഈ കെട്ടിനെ കട്ട് ചെയ്തു. ഇതാണ് ഡിവോഷണൽ ആക്ടിവിറ്റീസ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാന്റെ സേവനം ചെയ്ത് ഭഗവാന്റെ അടുത്തേക്ക് എത്തണം. ഇതാണ് ഭഗവാൻ പിന്നീട് പറയുന്നത്. പിന്നീട് അത് ഭംഗിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പം ഇവിടെ പറയുന്നത് സ്വാത്വിക പ്രവൃത്തികൾ ചെയ്യുന്നവർക്ക് പുണ്യം കിട്ടും. പുണ്യം കിട്ടിയാൽ എന്താണ് ഗുണം? കുറേ സിദ്ധികളുണ്ടാവും. സിദ്ധലോകത്തിൽ പോകാനായിട്ട് സാധിക്കും, അല്ലേ? ഉപരി ലോകങ്ങൾ, സിദ്ധലോകത്തിലെത്താം, ജനോലോകത്തിലെത്താം, സ്വർഗ്ഗലോകത്തിലെത്താം. സ്വർഗ്ഗലോകത്തിലൊക്കെ എത്തിയാൽ എന്താ ഗുണം? എൻജോയ്മെന്റ് കൂടുതലാണ്, അല്ലേ? ആസ്വാദനം കൂടുതലാണ്. സ്വർഗത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ എന്ത് യോഗ്യത വേണം എന്ന് ബലി മഹാരാജാവ് ശുക്രാചാര്യരോട് ചോദിക്കുന്നുണ്ട് ശ്രീമദ് ഭാഗവതത്തിൽ. സ്വർഗത്തിൽ ചുമ്മാതെ കയറി ചെല്ലാനൊന്നും പറ്റത്തില്ല. സ്വർഗത്തിൽ പോകണമെങ്കിലും കുറെ ക്വാളിറ്റി വേണം. വെറുതെ കയറി ചെല്ലാൻ പറ്റില്ല. പ്രൈം മിനിസ്റ്റർ, നമ്മുടെ പ്രധാനമന്ത്രിയെ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെറുതെ കയറി ചെല്ലാൻ പറ്റും. അപ്പോൾ നാല് സ്വർഗ ലോകത്തിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കുറേ ക്വാളിറ്റീസ് ഉണ്ടാവും. അതെന്തൊക്കെയാണെന്ന് ശുക്രാചാര്യർ പറഞ്ഞു. അപ്പോൾ പുണ്യം ചെയ്ത് പതുക്കെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയുള്ള സിദ്ധികൾ, ഉപരിലോകമായിട്ടുള്ള സിദ്ധികൾ ലോകത്ത് പോയി എന്ത് കിട്ടും? അഷ്ടാംഗ സിദ്ധികൾ, അണിമ, ഗരിമ, മഹിമ, അങ്ങനെയുള്ള 8 തരത്തിലുള്ള സിദ്ധികൾ ഇവർ വസിക്കുന്ന ലോകമാണ് സിദ്ധലോകം. അവിടെ നിന്ന് കുറേ കഴിയുമ്പോഴത്തേക്ക് വീണ്ടും താഴേക്ക് വരണം. അപ്പോഴെന്ത് ചെയ്യും? നമ്മൾ ബാറ്ററി ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ കുറച്ച് ചാർജ് അതിനകത്തുണ്ടാവും എന്ന് പറഞ്ഞതുപോലെ ഈ ഭൂമിയിലേക്ക് വീഴുമ്പോഴും കുറച്ച് ചാർജ് അതിനകത്തുണ്ടാവും. മീൻസ് കുറച്ച് സിദ്ധികളുണ്ടാവും. ഈ സിദ്ധികളിൽ വീണ്ടും അവർ അത് ഡെവലപ്പ് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യുകയും അവരതിൽ തന്നെ വീണ്ടും പോയി വീണ്ടും ഇവിടെ തന്നെ കറങ്ങിക്കൊണ്ടേ. പക്ഷേ അവർക്ക് വീണ്ടും ഉയരാൻ എപ്പോഴെങ്കിലും സാധ്യതയുണ്ടാവും. സാത്വിക ഗുണത്തിൽ വർത്തിക്കുന്ന ഒരാൾക്ക് വീണ്ടും ഉയരാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഉയരാനായിട്ട് സാധ്യതയുണ്ട്. ഇതിനാണ് ഭഗവാൻ 4 വർണ്ണങ്ങൾ സൃഷ്ടിച്ചത്. അതായത് തമോ ഗുണത്തിൽ നിന്നും രജോ ഗുണത്തിൽ നിന്നും സാത്വിക ഗുണത്തിൽ നിന്നും ഉയർന്ന് എവിടെ എത്തണം? വിശുദ്ധ സത്വാവസ്ഥ എന്ന് പറയുന്ന തലത്തിലേക്ക് എത്തണം. സ്വാത്വിക ഗുണം ചെയ്യുന്നത് ഏത് കാറ്റഗറിയിലുള്ളവരാണ്? വർണ്ണവ്യവസ്ഥയിൽ ബ്രാഹ്മണൻ, അല്ലേ? 4 വർണ്ണങ്ങൾ ഭഗവാൻ 3 ഗുണത്തിന്റെ അടിസ്ഥാനത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഏതൊക്കെയാണ് അതൊക്കെ? ബ്രാഹ്മണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാത്വിക ഗുണത്തിൽ വർത്തിക്കുന്നവര്. ക്ഷത്രിയർ എന്ന് പറഞ്ഞാലോ രജോ ഗുണം. വൈശ്യർ എന്ന് പറഞ്ഞാൽ രജോ ഗുണവും തമോ ഗുണവും കൂടെ ചേർന്നിട്ടുള്ളവര്. ശൂദ്രർ എന്ന് പറഞ്ഞാൽ തമോ ഗുണത്തിലുള്ളവർ. അപ്പൊ ഈ 4 കാറ്റഗറി എന്തിനാണ് വന്നിരിക്കുന്നത്? നമ്മളെ ഉയർത്താൻ വേണ്ടിയിട്ടാണ്. എങ്ങനെ ഉയർത്തണം? ശൂദ്രനെ വൈശ്യനായിട്ടും വൈശ്യനെ ക്ഷത്രിയനായിട്ടും ക്ഷത്രിയനെ ബ്രാഹ്മണനായിട്ടും ഉയർത്തണം. ബ്രാഹ്മണൻ എത്തിക്കഴിഞ്ഞാൽ എന്താണ്? അവർക്ക് വേദാധ്യയനം ചെയ്തിട്ട് തിരിച്ച് ആ തലത്തിലേക്ക് ഉയരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഭഗവാൻ 6ാമത്തെ അധ്യായത്തിൽ പറയുന്നത് ശുചീന ധനവാൻ ലോകൻ, അല്ലേ? ബ്രാഹ്മണന്റെ വീട്ടിലോ ധനവാന്റെ വീട്ടിലോ ജനിക്കും എന്നാണ് പറയുന്നത്, അല്ലേ? എന്തുകൊണ്ടാണ്? അവിടെ നിന്ന് ഉയരാനുള്ള ചാൻസും. ഒരു ബ്രാഹ്മണന് 9 ഗുണങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് ഭഗവാൻ പറയുന്നു. ശമശൗര്യം, ശാന്തിരാർജവമേവജം, ജ്ഞാനവിജ്ഞാനവാസ്തക്യം, ബ്രഹ്മകർമ്മ സ്വഭാവം. ഈ 9 ക്വാളിറ്റി ഉണ്ടെങ്കിലേ ബ്രാഹ്മണൻ സ്വാത്വിക ഗുണത്തിൽ വർത്തിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറയാൻ സാധിക്കും. എന്തൊക്കെ ഗുണം വേണം? 9 ഗുണം. ഇത് 18ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറയാം. 18 അല്ലേ? 18, 42, 43, 44 ശ്ലോകത്തില് ഭഗവാൻ പറയുന്നുണ്ട്. ഇത് ഒരു ബ്രാഹ്മണന് 9 ഗുണങ്ങൾ വേണം, ക്ഷത്രിയന് 7 ഗുണങ്ങൾ വേണം, വൈശ്യന് എത്ര ഗുണങ്ങൾ വേണം? 3 ഗുണങ്ങൾ. കൃഷി, വാണിജ്യം, ഗോരക്ഷ. ഇത് വൈശ്യന്റെ. ശൂദ്രനായിട്ടിരിക്കണമെങ്കിൽ 1 ഗുണം വേണം. എന്താണ്? പരിചാരാത്മകം കർമ്മം, ശൂദ്രകർമ്മ സ്വഭാവം. പരിചാരകൻ, സെർവന്റ്, സേവ ചെയ്യാനുള്ള മൂടുണ്ടെങ്കിലേ ശൂദ്രനായിട്ടെങ്കിലും ഇരിക്കാൻ പറ്റും. അപ്പൊ സേവ ചെയ്യാനുള്ള മൂടില്ലാത്ത ഒരാളാണ് ശൂദ്രനായിട്ട് താഴെയാണ്. അപ്പൊ നമ്മളുടെയൊക്കെ തല എവിടാണ്? നമ്മൾ ചിന്തിക്കുന്നത് നമ്മളെ സേവിക്കണമെന്ന്. അപ്പൊ നമ്മളുടെ തല, നമ്മൾ പറയുന്നു നമ്മൾ ഭക്തരാണെന്ന്, പക്ഷേ നമ്മൾ സേവ ചെയ്യാൻ, ഭക്തർക്കോ ഭഗവാനോ
സേവ ചെയ്യാൻ തയ്യാറായില്ല, മനോഭാവം ഇല്ല എങ്കിൽ നമ്മളുടെ മനോഗതി ശൂദ്രനെക്കാട്ടിലുണ്ടായി. ഓക്കെ, അപ്പോൾ സാത്വിക ഗുണത്തിൽ വർത്തിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ബ്രാഹ്മണന് 9 ഗുണങ്ങൾ, ശരിയല്ലേ മാതാജി? 9 ഗുണങ്ങൾ ഉണ്ടാവണം എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇതിൽ ഒന്ന് പോയാൽ കഴിഞ്ഞു. ഈ 8 ഗുണങ്ങൾ ഉണ്ടായിരുന്നു രാവണൻ, ഒരു ഗുണം ഇല്ലായിരുന്നു. ഏതാണ് രാവണൻ ഇല്ലായിരുന്ന ഒരു ഗുണം? തപശ്ശേരിയില്ലായിരുന്നു. ഏത് സ്ത്രീയെ കണ്ടാലും അന്നേരം പോകാൻ കഴിയണം. ആ ഒരൊറ്റ ഗുണം ഇല്ലാത്തത് കൊണ്ട് എന്തു പറ്റി? രാവണന്റെ ബാക്കിയുള്ള ക്വാളിറ്റി എല്ലാം നഷ്ടപ്പെട്ടു. നോക്കൂ, മഹാദേവന്റെ വലിയ ഭക്തൻ, കൈലാസം പോലും എടുത്ത് പിടിച്ചിട്ടുള്ള ആള്, എന്തും വേണ്ടി യുദ്ധങ്ങൾ ജയിച്ചിട്ടുണ്ട്, എത്രമാത്രം അസുര പടകളുടെ നേതാവ്. പക്ഷെ എല്ലാം തന്നെ ഒരൊറ്റ ഗുണമില്ലാത്തതുകൊണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ അതേ അച്ഛനമ്മമാർക്ക് ജനിച്ച വിഭീഷണന്റെ അവസ്ഥ നോക്കൂ. വിഭീഷണനെ ഭഗവാൻ എങ്ങനെയാണ് സ്വീകരിച്ചത്? എന്താണ് കാര്യം? വിഭീഷണന്റെ ഗുണം. വിഭീഷണൻ ഭക്തനാണ്. ഒരിക്കല് ലക്ഷ്മണകുമാരൻ ചോദിക്കുന്നു, വിഭീഷണനെ പട്ടാഭിഷേകം ചെയ്യുന്ന സമയത്ത് ശ്രീരാമചന്ദ്രമൂർത്തിയോട് ചോദിക്കുന്നു, അങ്ങ് ഇപ്പം രാവണനെ നിഗ്രഹിക്കുന്നതിന് മുമ്പ് വിഭീഷണനെ പട്ടാഭിഷേകം ചെയ്യിച്ചാൽ നാളെ സീതാമയ്യെ കൊണ്ടു തന്നിട്ട് രാവണൻ പറയുകയാണ്, ശ്രീരാമചന്ദ്രമൂർത്തി എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങ് എന്ത് ചെയ്യും? അങ്ങേ ശരണാഗതിയായിട്ടുള്ള ആരെയും അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ബാലിയെ മറഞ്ഞിരുന്നിട്ട് അമ്പയും. കാരണം നേരെ ചെന്ന് കഴിഞ്ഞാൽ കാലിൽ വീഴും, കാലിൽ വീണ് കഴിഞ്ഞാൽ നിഗ്രഹിക്കാൻ സാധിക്കില്ല, അതുകൊണ്ട് മറഞ്ഞിരിക്കും. അപ്പോൾ നാളെ വിഭീഷണന് രാജാവാക്കിയതിന് ശേഷം, ലങ്കയുടെ രാജാവായി അഭിഷേകം ചെയ്തതിന് ശേഷം രാവണൻ വന്നിട്ട് അങ്ങയോട് ചോദിക്കുകയാണ്, എന്നോട് ക്ഷമിക്കണം, സീതാമയ്യെ ഞാൻ തിരിച്ചു കൊണ്ട് തരികയാണെന്ന് പറഞ്ഞാൽ, അപ്പോൾ ശ്രീരാമചന്ദ്രമൂർത്തി ലക്ഷ്മണകുമാരനോട് പറയും, രാവണനെ ഞാൻ അയോധ്യയുടെ രാജാവാണ്. കാരണം ഓരോരുത്തരെയും പറ്റിയും ഭഗവാൻ അറിയാം, കൃഷ്ണൻ നമ്മുടെ ഉള്ളിലാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് അറിയാം രാവണൻ ഒരിക്കലും ആ ഒരു തലത്തിലേക്ക് എത്തില്ല. അതുകൊണ്ട് പറഞ്ഞു, എന്താണ്, ഞാൻ രാവണനെ അയോധ്യയുടെ രാജാവാണ്. അപ്പം പറഞ്ഞു വന്നത്, ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരേ സ്ഥലത്താണ് ജനിച്ചതെങ്കിലും ഗുണത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭീഷണന് ഭഗവാന്റെ ഭക്തനായി. അല്ലേ? എത്രമാത്രം വലിയ ഭക്തനായിട്ടാണ് നമ്മൾ വിഭീഷണനെ കാണുന്നത് ശാസ്ത്രങ്ങൾ പറയുന്നത്. എന്നാൽ അതേ അച്ഛനമ്മമാർക്ക് ജനിച്ച രാവണന്റെ അവസ്ഥ എന്താണ്? രാവണന്റെ ഗുണം കൊണ്ടാണ് രാവണൻ ആ ഒരു തലത്തിലേക്ക്. ഒരേ റോസാ പുഷ്പം, റോസാ ചെടിയിലുണ്ടാകുന്ന മുള്ളും പുഷ്പവും, മുള്ള് മറ്റുള്ളവരെ വേദനിപ്പിക്കും. അത്രമാത്രം മുള്ളുകൾ ആ റോസാ ചെടിയിൽ, അത്രമാത്രം മുള്ളുകൾ ഉള്ളത് വെച്ച് നോക്കുമ്പോൾ അതിലുണ്ടാകുന്ന പുഷ്പം വളരെ കുറവാണ്. അല്ലേ? മുള്ളുകളാണ് കൂടുതൽ, പുഷ്പം വളരെ കുറവാണ്. പക്ഷെ ആ പുഷ്പം കൊണ്ട് മാത്രം എന്ത് ചെയ്യുന്നു? റോസ നമ്മൾ വീട്ടിൽ വെച്ച് വളർത്തും. കാര്യം എന്താണ്? ആ റോസാ പുഷ്പത്തിന്റെ ഗുണങ്ങൾ. ആ മുള്ളുള്ള ചെടിയെയും നമ്മൾ നട്ടി വളർത്തി പരിപാലിക്കാൻ, വളമിട്ട് ഇല കൊഴിയുന്നോ മുട്ട് ഉണ്ടാകുന്നോ എന്ന് നോക്കി നമ്മൾ പരിപാലിക്കുന്നുകൊണ്ടാണ് ആ റോസാ പുഷ്പത്തിന്റെ ഗുണം കൊണ്ട്. അതുപോലെ എല്ലാത്തിൻ്റെയും ഗുണം കൊണ്ടാണ് നമ്മളതിനെ സ്വീകരിക്കുന്നത്. അതേപോലെ സ്വാത്വിക ഗുണം ഉള്ളവർക്ക് ആ ഒരു സ്വാത്വിക ഗുണത്തിന്റെ അവർ ചെയ്തിട്ടുള്ള പ്രവൃത്തിയുടെ ഫലം അവർ നേടുന്നു. അതുകൊണ്ടാണ് അവർ മുമ്പ് പറഞ്ഞതുപോലെ എവിടെ പോകുന്നത്? ഉപരിലോകങ്ങളിൽ പോകുന്നു. ഉപരിലോകങ്ങളിൽ പോകുന്നു എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറയുന്നത്, അല്ലേ? അപ്പോൾ പോകാനുള്ള കാരണം എന്താണ്? അവർ ആർജിച്ചെടുത്തത് എന്താണ്? ഈ ഗുണമാണ്. എന്ത് ഗുണം? സ്വാത്വിക ഗുണം. സാത്വിക ഗുണത്തിലുള്ളവരുടെ ക്വാളിറ്റിയാണ് മുമ്പ് പറഞ്ഞത്. ഇനി രജോ ഗുണത്തിലുള്ള ആളുകൾക്ക് എന്താണ് ഫലം കിട്ടുന്നത്? എന്താണ്? ദുഃഖം. അല്ലേ? ഇവിടെ ദുഃഖമുള്ള എത്ര പേരുണ്ട്? എല്ലാവർക്കും ദുഃഖമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഭഗവാന്റെ അടുത്തായിരിക്കും. വൈകുണ്ഠത്തിലേക്ക്. ഈ ലോകത്തല്ല, ഇത് ദുഃഖാലയം. എല്ലാവർക്കും ദുഃഖമുള്ളതാണ്. ദുഃഖമുള്ളവര് എങ്ങനെ ജനിക്കുമെന്നാണ് പറയണത് ഭഗവാൻ പറഞ്ഞിരിക്കുന്നു. പ്രഭുപാദ് പുറപ്പെട്ടി പറഞ്ഞിരിക്കുന്നു. എങ്ങനെയാണ്? ഈ ഭൗതിക ലോകത്തിൽ മൃഗങ്ങളായിട്ട് ജനിക്കുന്നവർ, തിരിയക്കുകളായിട്ട് ജനിക്കും. ശരിക്കും ചെയ്തിരിക്കുന്ന കർമ്മത്തിന്റെ അനുസരിച്ച് 4 തരത്തിലുള്ള ജന്മങ്ങൾ ഒരു ജീവാത്മാവ് സ്വീകരിക്കേണ്ടതായിട്ട് വരും. 4 തരത്തിലുള്ള ജന്മങ്ങളാണ് ഈ ഭൗതിക ലോകത്തിലുള്ളത്. അണ്ടജം, ഉൽബിജം, സ്വേദജം, ജരായുജം. അണ്ടജം മീൻസ് മുട്ട വിരിഞ്ഞുണ്ടാകും. പക്ഷികൾ, ആമ, ഇതൊക്കെ മുട്ട വിരിഞ്ഞുണ്ടാകും. അണ്ടജം. ഉൽബിജം മീൻസ് അതിൽ നിന്നുണ്ടാകുന്നത്. റോസ, മുല്ല, അതിൻ്റെ സീഡ് വീണ് കിളിച്ചു വരുന്നത്, ഇതെല്ലാം തന്നെ ഉൽബിജം.
സ്വേദജം മീൻസ് സ്വെറ്റിംഗ്, വിയർപ്പിൽ നിന്ന് വിസർജ്യത്തിൽ നിന്ന് ഉണ്ടാകും. ഒരു ജീവിയുടെ വിസർജ്യത്തിൽ നിന്നുണ്ടാകും. വിയർപ്പിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്? മൂട്ട, പേന്, ഇതൊക്കെ ഉണ്ടാകുന്നത് വിസർജ്യത്തിൽ നിന്ന്, മനുഷ്യന്റെ വിയർപ്പിൽ നിന്നാണ്. അതേപോലെ മറ്റുള്ള ജീവികളുടെ വിസർജ്യത്തിൽ നിന്നുണ്ടാക്കി വരുന്നതിനെ സ്വേദജം എന്ന് പറയും. ജരായുജം, നാലാമത്തത്. ജരായുജം മീൻസ് ശുക്ലശോണിതങ്ങൾ ചേർന്നിട്ട് ഒരു ജരായു മീൻസ് ഒരു പാടയുണ്ട്. പ്രസവിക്കുന്ന എല്ലാത്തിനും ഒരു വെളുത്ത പാട കവർ ചെയ്തിട്ടുണ്ട്. ഇത് പൊട്ടിച്ച് വെളിയിൽ വരുന്നത് കൊണ്ട് ജരായുജം, ജരായുവിൽ നിന്ന് ജന്മമെടുത്ത്. അംബുജം, അംബു മീൻസ് വെള്ളം, വെള്ളത്തിൽ നിന്ന് ജനിച്ചത് അംബുജം. അതേപോലെ ജരായുവിൽ നിന്ന് ജനിച്ചത് ജരായുജം എന്ന് പറയും. അപ്പൊ ഈ 4 തരത്തിലുള്ള ഏതെങ്കിലും ശരീരം സ്വീകരിക്കുന്നതായിട്ട് വരും. അതെങ്ങനെയാണ്? കർമ്മത്തിന്റെ അനുസരിച്ച്. അപ്പൊ ഇവിടെ രജോ ഗുണത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്ന ആളുകൾ ദുഃഖം അനുഭവിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും എന്ത് ചെയ്യണം? ഈ ഭൗതിക ലോകത്തില് മൃഗങ്ങളായിട്ട് ജനിക്കുന്നത്. ഈ തമോ ഗുണത്തിലുള്ള ആളുകൾക്ക് എന്താണ് കിട്ടുന്നത്? പാപഫലം, അല്ലേ? തമോ ഗുണത്തിലുള്ള പ്രവൃത്തി ചെയ്യുന്നു. അർജുന യുദ്ധം ചെയ്യാതിരിക്കാനുള്ള ഒരു റീസണാണ് എന്താണ്? പാപം എനിക്ക് ബാധിക്കും. ഇവരെ കൊന്നാലുണ്ടാകുന്ന പാപം, കുലക്ഷയകൃതം പാപം, കുലം ക്ഷയിപ്പിച്ചാൽ ഉണ്ടാകുന്ന പാപം എന്നെ ബാധിക്കുമോ എന്ന് അർജുനൻ ഭയപ്പെട്ടു. 5 റീസൺ കൊണ്ടാണ് അർജുന യുദ്ധം ചെയ്യുന്നത്. അപ്പൊ അതിൽ ഒരു റീസണാണെന്ത്? പാപം മീൻസ് തമോ ഗുണത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന ആളുകൾക്ക് കിട്ടുന്ന ഫലം. അതിനെയാണ് പാപം എന്ന് പറയുന്നത്, അല്ലെ പാപഫലം എന്ന് പറയുന്നത്. അർജുനൻ തുടക്കത്തിൽ ഇത് പാപപ്രവൃത്തിയാണോ എന്ന് ആശങ്കപ്പെടുന്നുണ്ട്. പക്ഷേ കൊലപാതകമാണെങ്കിലും മോഷണമാണെങ്കിലും കൃഷ്ണന് വേണ്ടിയിട്ടാണ് 100% എങ്കിൽ അതെന്താണ്? ഡിവോഷണൽ. ഭഗവാന് വേണ്ടിയിട്ട് മോഷണം നടത്തി ടെമ്പിൾ പണിഞ്ഞിട്ടുള്ള ഒരു ക്ഷേത്രമാണ് തമിഴ്നാട്ടിൽ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അറിയായിരിക്കും അല്ലേ? ഒരു രാജാവിൻ്റെ സ്വത്ത് മുഴുവൻ അപഹരിച്ചുകൊണ്ട് പോയൊരു കള്ളൻ. ആ കള്ളനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ തന്നെ കള്ളനായിട്ട് വന്നിട്ട് രാജാവിൻ്റെ കയ്യിൽ നിന്ന് ചാട്ടവാറിനായി. അപ്പം നമ്മളുടെ മൂഡ് ചെയ്യുന്ന മൂഡിനനുസരിച്ച് നമുക്ക് നമ്മുടെ കർമ്മങ്ങളെ മാറ്റാനായിട്ട് സാധിക്കും. ഇതാണ് ഭഗവാൻ പറയുന്നത്. 3 തരത്തിലുള്ള കർമ്മങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തമോ ഗുണം, രജോ ഗുണം, സത്വഗുണം. എന്നാൽ ഈ രജോ ഗുണം, തമോ ഗുണം, സത്വഗുണം തിരിച്ചറിഞ്ഞിട്ട് സത്വഗുണത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണോ നമുക്ക് ഈ പറഞ്ഞു തരുന്നത്? അല്ല. സത്വഗുണം മതിയോ? സത്വഗുണം കൊണ്ട് ഭഗവാന്റെ അടുത്ത് എത്താൻ പറ്റില്ല. എത്താൻ പറ്റുന്നത് മാക്സിമം ബ്രഹ്മലോകം വരെ. സത്വഗുണം അവിടെ അധിപതിയായിട്ടിരിക്കുന്ന ആളാണ് ആര്? ബ്രഹ്മാവ്. ബ്രഹ്മാവ് ഏത് ഗുണത്തിലുള്ളതാണ്? ഏത് ഗുണമാണ്? രജോ ഗുണമാണ്. അത് മനസ്സിലായില്ലേ? ബ്രഹ്മാവ് രജോ ഗുണം. അപ്പം നമുക്ക് അതിനെ കവർ ചെയ്ത് ബ്രഹ്മജ്യോതി കടന്ന് ഈ പറഞ്ഞിരിക്കുന്ന വിരജ നദിയിട്ട് കഴിഞ്ഞ് വൈകുണ്ഠ ലോകങ്ങളും കടന്ന് ഗോലോകവൃത്താവനത്തിലെത്തുക. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള ക്വാളിറ്റി ഉണ്ടാവണം, അതിനനുസരിച്ചുള്ള ഗുണം ഉണ്ടാവും. അതാണ് വിശുദ്ധ സത്വ അവസ്ഥ എന്ന് പറയുന്നത്. അത് ഈ 3 ഗുണങ്ങളിൽ നിന്നും ബാധിക്കുന്നതല്ല, ഇതിനെല്ലാം മുകളിലാണ്. ഭഗവാനും ഈ ഗുണങ്ങൾക്ക് അതീതനാണ്. നമ്മൾ ഇപ്പോൾ ഈ ഗുണങ്ങൾക്ക് അധീനരാണ്. മീൻസ് ഗുണങ്ങളിൽ വശപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ. എന്നാൽ നമ്മളെ ഈ ഭഗവത്ഗീത ഗുണങ്ങളെ പറ്റി പറഞ്ഞു തരുന്നത് എന്തിനാണ്? നമ്മൾ ആ ഗുണങ്ങൾക്ക് അതീതരാവാൻ വേണ്ടിയിട്ട്. മീൻസ് ഇതിനെപ്പറ്റി നമുക്ക് നോളജ് ഇല്ല എങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യണം എന്നറിയാൻ പറ്റില്ല. എവിടെയാണ് നമുക്ക് പ്രോബ്ലം എന്നറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇപ്പം മഴ പെയ്യുന്നു, ഇതിലൂടെ വെള്ളം വീഴുന്നു. ഇവിടാണെന്ന് നമുക്ക് അറിയാൻ വയ്യ എങ്കിൽ ഇതിന് മൊത്തം വെള്ളം നിറയും. അപ്പം നമുക്ക് അറിയാമെങ്കിൽ മാത്രമേ അതിലേക്ക് വെള്ളം വരാതിരിക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് കൃഷ്ണൻ നമുക്ക് ഭക്തർക്ക് വേണ്ടിയിട്ട് ഈ 3 ഗുണങ്ങളെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തു തരും. എന്തൊക്കെയാണ് സത്വഗുണം, എന്തൊക്കെയാണ് രജോ ഗുണം, എന്തൊക്കെയാണ് തമോ ഗുണം, എന്തൊക്കെയാണ് ഇവർക്ക് ഈ പ്രവൃത്തികൾ ചെയ്യുന്ന ആളുകൾക്ക് കിട്ടുന്ന ഫലം എന്ന് ഭഗവാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നു. കാരണം എന്താണ്? ഒരു ഭക്തൻ ഇതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കണം. ഇതിനോടൊന്നും തന്നെ അറ്റാച്ച്മെന്റ് ഉണ്ടാകും. ഈ 3 ഗുണങ്ങളിലും ഭൗതിക പ്രകൃതി വീണ്ടും നമ്മളെ ബൈൻഡ് ചെയ്യുന്നതാണ്, കെട്ടുന്നതാണ്. ഗുണമായ വീണ്ടും നമ്മളെ ബൈൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഏത് പ്രവൃത്തി ചെയ്താലും നമ്മളെ വീണ്ടും ആ പ്രവൃത്തിയുടെ ഫലത്തിൽ ആഗ്രഹിച്ചുകൊണ്ടാണ് എങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ
ഇവിടെ കിട്ടിയിട്ടുണ്ട്. എന്നാൽ മറിച്ച് ഇതിൻ്റെ ഫലത്തിനെ കൃഷ്ണന് കൊടുക്കുക. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലത്തെ കൃഷ്ണന് കൊടുക്കുക. ഇപ്പോൾ പ്രഭുവാദ് പറഞ്ഞിട്ടുണ്ട്, ഇത് ചിന്തിക്കണമെങ്കിൽ നമുക്ക് അത്യാവശ്യം അനുഗ്രഹം ഉണ്ടാവണം ഭഗവാന്റെ. ഇല്ലാത്തവർക്ക് ഇത് ചിന്തിക്കാൻ സാധിക്കില്ല. അവർ മൃഗങ്ങളെ പോലെ മറ്റുള്ള മൃഗങ്ങളെ കൊന്നു തിന്ന് ഭക്ഷിക്കുന്ന ആളുകൾ. ഇവിടെ പ്രഭുവാദ് ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്നു, എന്ത് മാംസം ഭക്ഷിക്കുന്നവന് അടുത്ത ജന്മത്തിൽ ആ ജീവിക്ക് നമ്മളെ കൊല്ലാനുള്ള അവസരം കൊടുക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ മറ്റുള്ള ജീവജാലങ്ങളെ നമുക്ക് പെർമിഷൻ ഉള്ളതുപോലെ തന്നെ അവർക്കും പെർമിഷൻ ഉണ്ട് ഇവിടെ ജീവിക്കാൻ. കൃഷ്ണൻ പറയുന്നു, സർവയോനിഷു കവന്തയ മൂർത്തയാ സംഭവന്തിയ താസാം ബ്രഹ്മമഹത്യോനി അഹം ബീജപ്രപിത. ഞാനാണ് ഇതിന് ബീജം കൊടുത്തിരിക്കുന്ന പിതാവ്, ഞാനാണ് ഇതിനെല്ലാം ഉത്ഭവ സ്ഥാനമായിട്ടുള്ള മഹത്യോനി എന്ന് ഭഗവാൻ പറയുന്നു. അപ്പോൾ അച്ഛനും അമ്മയും കൃഷ്ണൻ തന്നെയാണ്. അച്ഛൻ വേറൊരാൾ, അമ്മ വേറൊരാളില്ല. കൃഷ്ണൻ തന്നെയാണ് നമ്മുടെ അച്ഛനും. ഓക്കെ, അങ്ങനെയുള്ള ആ ഭഗവാൻ മറ്റുള്ള ജീവജാലങ്ങൾക്കും ഇവിടെ ജീവിക്കാൻ വേണ്ടി പെർമിഷൻ കൊടുത്തിട്ടുള്ളതാണ്. നമുക്കതിനെ കയറിയിട്ട് കട്ട് ചെയ്യാനായിട്ട് സാധ്യമല്ല. അപ്പോൾ എന്ത് പറ്റും? ഈ ഭൗതിക പ്രകൃതിയുടെ റൂൾസ് ഉണ്ട്, അത് നമ്മളെ പിടിക്കും. എപ്പോഴാണോ നമ്മൾ ഈ ഭൗതിക പ്രകൃതിയെ അല്ലെങ്കിൽ അതിൻ്റെ നിയമങ്ങളെ വയലേറ്റ് ചെയ്യുന്നത്, ആ നിയമങ്ങളെ നമ്മൾ എതിർക്കുന്നത്, ആ സമയത്ത് എന്ത് ചെയ്യും? നിയമങ്ങൾ എതിർത്ത് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങൾ എതിർത്ത് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല, പോലീസ് പിടിക്കും. അതുപോലെ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ അടുത്ത ജന്മങ്ങൾ സ്വീകരിക്കുന്നത്. ചിലപ്പോൾ ഈ ഒരു ജന്മത്തിൽ നമുക്കതിൻ്റെ ശിക്ഷ കിട്ടണമെന്നില്ല. മാംസം ഭക്ഷിക്കുന്ന ആളുകൾ കുംഭിഭാഗം എന്ന് പറയുന്ന നരകത്തിൽ പതിക്കുമെന്നാണ് പറയാം. ഇവിടെ ഫ്രൈ ചെയ്തതുപോലെ അവിടെ നമ്മളെ ഇട്ട് ഫ്രൈ ചെയ്യും. നല്ല എണ്ണയിൽ അതിലിങ്ങനെ നീന്തി തിളയ്ക്കുന്ന എണ്ണയിൽ. അപ്പോൾ അങ്ങനെയുള്ള 28 തരം നരകലോകങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഇതിൽ ഏത് വേണേലും പോകാം. നമുക്ക് വേണേൽ ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാക്കുകൊണ്ട് മറ്റുള്ളവരെ നോവിച്ചവർ പോലും അസിതപത്രം എന്ന് പറയുന്ന നരകത്തിൽ പഠിക്കും. വാക്കുകൊണ്ട് മറ്റുള്ളവരെ ദ്രോഹിച്ചവർ പോലും നരകത്തിൽ പോകുമെന്നാണ് പറയുന്നത്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ അസിതപത്രം മീൻസ് അവിടെ ഇലയില്ല. അവിടുത്തെ നരകത്തിന് മരത്തിൽ മൊത്തം മുള്ളുകളാണ്. ഇത് അവിടെയുള്ള ആളുകളുടെ ജോലി രാവിലെയൊക്കെ കയറുക, തിരിച്ചിറങ്ങുക, കയറുക, തിരിച്ചിറങ്ങുക, കയറുക, തിരിച്ചിറങ്ങുക. കാര്യം എത്ര പ്രാവശ്യം നമ്മൾ വാക്കുകൾ ഉപയോഗിച്ച് മറ്റുള്ളവരെ കുത്തിയോ അതേ കുത്തൽ, ഈ മുള്ളിൻ്റെ കുത്തൽ നമ്മുടെ ശരീരത്തിൽ കൊള്ളുന്ന വേദന നമ്മൾ അനുഭവിക്കുന്നതായിട്ട് വരും. ഇങ്ങനെ ഓരോരോ നരകങ്ങളിൽ ഓരോരോ ഇതുണ്ട്. പാർക്കിൽ പോകാൻ ഇഷ്ടമുള്ളവരുണ്ടോ? അവിടെയുണ്ട് അതിന് ഓപ്ഷൻ. നൃത്തം ചെയ്യാൻ ആഗ്രഹമുള്ളവർ അവർക്കുണ്ട്. ലോകം പഠിപ്പിച്ചിട്ട് അതിൻ്റെ മുകളിൽ നൃത്തം ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ മദ്യം അങ്ങനെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചവർക്ക് ഇത് ലോഹങ്ങൾ തിളപ്പിച്ച് കുടിക്കാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള പല പല ശിക്ഷകൾ കിട്ടുന്ന പല പല രീതിയിലുള്ള നരകങ്ങൾ അവിടെയുണ്ട്, പല പല ശിക്ഷകളുണ്ട്. അപ്പോൾ പാവപ്രവൃത്തികൾ കഠിന തമോ ഗുണത്തിൽ ചെയ്തിട്ടുള്ള പ്രവൃത്തിയാണ് ഗോഹത്യ പോലെയുള്ള പ്രവൃത്തികൾ. അതൊക്കെ ചെയ്തിട്ടുള്ളവരെ ഇങ്ങനെയൊക്കെയുള്ള നരകങ്ങളിൽ പോകേണ്ടതായിട്ട് വരും. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് നമ്മൾ ഇത് മനസ്സിലാക്കിയിട്ട് ഇങ്ങനെയുള്ള ഉഗ്രകർമ്മങ്ങളിൽ നിന്നും മുക്തരാവണം. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ഉയരണം. അതിന് ഏറ്റവും എളുപ്പമാർഗം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ നാമം ജപിക്കുക. നാമം ജപിക്കുമ്പോൾ ഭഗവാനുമായിട്ട് നമുക്ക് അസോസിയേഷൻ ഉണ്ടാവും. ഭഗവാൻ എന്താണ്? ദയാസാഗരമാണ്, കരുണയുടെ സാഗരമാണ്. അദ്ദേഹമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഗുണം നമ്മളിലേക്ക് വരും. അതുകൊണ്ട് നമുക്ക് മറ്റുള്ള ജീവജാലങ്ങളോട് കരുണയുണ്ടാവും, ദയുണ്ടാവും. മുല്ലപ്പൂവ് കല്ലിൻ്റെ അടുത്തിരിക്കുമ്പോൾ ഈ മുല്ലപ്പൂവിൻ്റെ ഗുണം കല്ലിലേക്ക് പോകും. അതുകൊണ്ട് മുല്ലപ്പൂവ് മാറി നിന്നാലും ഈ കല്ലിന് മണമുണ്ടാവും എന്ന് പറഞ്ഞതുപോലെ ദയാസാഗരാണ് ഭഗവാൻ, കരുണയുടെ സമുദ്രമാണ്. ആ കരുണയുടെ സമുദ്രമായിട്ടുള്ള ഭഗവാന്റെ നാമം ജപിക്കുമ്പോൾ, തിരുനാമം ജപിക്കുമ്പോൾ നമ്മൾ അദ്ദേഹമായിട്ട് അസോസിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അദ്ദേഹമായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളിലേക്ക് ആ പരിവർത്തനം ഉണ്ടാവും, കരുണയുണ്ടാവും. കരുണ എന്ന് പറയുന്ന ഗുണം നമ്മളിലേക്ക് വരും. അപ്പോൾ കരുണയുള്ള ഒരാൾക്ക് മറ്റുള്ള ജീവജാലങ്ങളെ ഉപദ്രവിക്കാനായിട്ട് സാധ്യമല്ല. അങ്ങനെ നമുക്ക് അറ്റ്ലീസ്റ്റ് നരകലോകങ്ങളിലേക്കുള്ള യാത്രയിൽ നിന്നെങ്കിലും രക്ഷ നേടാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ഉയരണം. അങ്ങനെ സാത്വിക ഗുണത്തിലെത്തണം. സാത്വിക ഗുണത്തിൽ നിന്ന് വീണ്ടും വിശുദ്ധ സത്വാവസ്ഥയിലേക്ക് ഉയരണം. വിശുദ്ധ സത്വാവസ്ഥ മീൻസ് വാസുദേവ ഗുണം. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ബ്രാഹ്മണന് 9 ഗുണം ഉണ്ട് അല്ലേ, ഒരു സാത്വിക ഗുണം. എന്നാൽ ഒരു ഭക്തൻ എത്ര ഗുണമുണ്ട്? 24 ഗുണങ്ങളുണ്ട്. ഭക്തി സാമൂഹ്യ സിന്ധിയിൽ പറയുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കുക, ഒരു ബ്രാഹ്മണൻ എന്ന് പറയുന്ന ആ സാത്വിക ഗുണത്തിലുള്ള ആളെക്കാട്ടിലും എത്രയോ മടങ്ങ് ഗുണങ്ങളാണ് ഒരു ഭക്തൻ ഉണ്ടാകുന്നത്. 24 ഗുണങ്ങൾ. അതിൽ ഒരെണ്ണമെങ്കിലും 100% നമുക്കുണ്ടായാൽ നമുക്ക് രക്ഷപ്പെടാം.
ഒരു ഗുണം മതി, അത് പെർഫെക്റ്റ് ആയിട്ട് നമുക്കുണ്ടായാൽ നമുക്ക് തിരിച്ചു പോകാം. പക്ഷേ കലിയുഗമാണ്. ഈ കലിയുഗത്തിൽ നമുക്ക് അങ്ങനെയുള്ള ഗുണം ഉണ്ടാകുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ഒരേ വ്യക്തിയുടെ ഉള്ളിൽ തന്നെ സത്വ രജ തമോ ഗുണങ്ങൾ ഉണ്ട്. നമുക്കറിയാം അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ചാണ് നമ്മുടെ പ്രവൃത്തികൾ നടക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ഭക്തന്മാരുമായിട്ടും സത്സംഗമായിട്ടും ഒക്കെ അസോസിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ മറ്റുള്ള ഗുണങ്ങൾ മാറി നിൽക്കും. ഇപ്പം എത്ര തന്നെ കെട്ടൊരു വ്യക്തിയാണെങ്കിലും എന്താണ് ഭഗവാന്റെ ഭക്തർ കൂടുന്ന ഒരു സത്സംഗത്തിൽ വന്നിരുന്നാൽ നമ്മളുടെ അത്രയും സമയത്തേക്ക് നമ്മൾ മറ്റുള്ളതിനെ പറ്റി ഒന്ന് ചിന്തിക്കും. ഉണ്ടെങ്കിലും ഉള്ളിൽ വന്നാൽ പോലെയും ഇവരെല്ലാം ഡീസൻ്റ് ആണ്, അതുകൊണ്ട് ഞാൻ ഡീസൻ്റായിട്ട് ഇരിക്കണം എന്നുള്ളൊരു ചിന്തയെങ്കിലും നമ്മുടെ ഉള്ളിൽ വരും. അത്ര നേരം മര്യാദയ്ക്ക് ഇരിക്കാനെങ്കിലും ശ്രമിക്കും. ഉള്ളിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, സാരമില്ല അപ്പം. പക്ഷെ പയ്യെ പയ്യെ ബൈ പ്രാക്ടീസ് അത് വരും. പ്രഭുപാദ് അതാണ് പറഞ്ഞിരുന്നത്. ഒരിക്കലും ഒരു ഭക്തൻ പ്രഭുപാദിൻ്റെ അടുത്ത് മറ്റുള്ള ഭക്തർ നൃത്തം ചെയ്യുന്ന സമയത്ത് പ്രഭുപാദിനോട് പറഞ്ഞു എനിക്ക് നൃത്തം ചെയ്യണം. പ്രഭുപാദ് പറഞ്ഞു യു ഗോ ആൻഡ് ഡാൻസ്, എനിക്ക് ചെയ്യാൻ പറ്റുന്നത്, എനിക്ക് ആക്ട് ചെയ്യാനേ പറ്റുന്നത്, നീ പോയി ആക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അവസാനം കീർത്തനമെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് പിടിച്ചു നിർത്തുമായിരുന്നില്ല. അത്രമാത്രം ഇൻവോൾവ് ആയിട്ടില്ല. ഇതാണ് ഭഗവാന്റെയും ഭഗവത് ഭക്തന്മാരുടെയും സത്സംഗത്തിൻ്റെയും തിരുനാമത്തിൻ്റെയും. അപ്പം അത് ചെറുതായിട്ടൊന്ന് നമ്മളിലേക്ക് അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ അടുത്തേക്ക് നീങ്ങിയാൽ അത്രമാത്രം പരിവർത്തനം സൃഷ്ടിക്കുന്നത്. ആ ഒരു തലത്തിലേക്ക് ഉയരാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇത്ര ബേസിക് ആയിട്ടുള്ള ജീവമായയുടെ 3 ഗുണങ്ങളെ പറ്റി ഭഗവാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. പിന്നീട് തുടർന്നുള്ള ശ്ലോകങ്ങളിൽ വളരെ വിശദമായിട്ട് ഇതിനെപ്പറ്റി പഠിക്കാൻ പറ്റും. ബാക്കിയുള്ള ചെറിയ ഡിവോട്ടീസ് നിങ്ങൾക്ക് ക്ലാസ് എന്തെങ്കിലും തെറ്റായിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഈ കൊച്ചി ഇസ്കോണിനോട് എൻ്റെ ഈ ജന്മമല്ല ജന്മജന്മാന്തരങ്ങൾ കൊണ്ട് ഞാൻ കടപ്പെട്ടിരിക്കുന്ന, കാരണം എൻ്റെ ശിക്ഷാഗുരു കൊച്ചി ഇസ്കോണിൽ നിന്നുള്ളതാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ദാസ്. അദ്ദേഹമാണ് എന്നെ കൃഷ്ണ കോൺഷ്യസിൽ കൊണ്ടുവരുന്നത്, എന്നെ കൈപിടിച്ച് നടത്തുന്നത്. എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുള്ള പോയിന്റുകളെല്ലാം തന്നെ അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ അല്ല ഇത് ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു. അദ്ദേഹം അധികം പ്രായമില്ല, എന്നെക്കാട്ടിലും ഒരു 6 മാസത്തിൻ്റെ മുമ്പേ ഉള്ളൂ. ഞങ്ങൾ തമ്മിൽ ഏജ് വലിയ ഡിഫറൻസ് ഇല്ല. അദ്ദേഹമാണ് എന്നെ കൈക്ക് പിടിച്ച് എങ്ങനെയാണോ കോഴിക്കുഞ്ഞിനെ അതിൻ്റെ തള്ള കൊണ്ട് നടക്കുന്നത് അതേപോലെ അവിടുന്ന് ഇവിടുന്ന് ശ്ലോകങ്ങളൊക്കെ പറഞ്ഞു തന്നാൽ ഇത് പഠിക്കണം അങ്ങനെ കൈ പിടിച്ച് കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് നിങ്ങളോടെല്ലാവരോടും ഞാൻ അധികം നന്ദിയുള്ള ആളാണ്. പ്രാർത്ഥിക്കുക. ഗ്രന്ഥരാജ് ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപ് की जय, श्री प्रभुपाद की जय. അതിനകത്തൊരു ചെറിയ വ്യത്യാസമുണ്ട്. അതിനകത്ത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം താഴ്ന്ന കോൺഷ്യസ് ലെവലിലുള്ള മൃഗങ്ങളെ കൊല്ലരുത്. എന്നാൽ മൃഗങ്ങൾക്ക് ഇത് ചിന്തിക്കാനുള്ള ബോധമില്ല. പക്ഷെ അവർക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഉയരാനായിട്ട് വരും. അങ്ങനെ ഇപ്പോൾ ചെറിയ ചെറിയ മൃഗങ്ങളായിട്ട് ജനിക്കും, അങ്ങനെ സിംഹമാകും. പിന്നീട് സിംഹത്തിനൊരു കുറച്ച് പവറും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഒരു കാട് ഭരിക്കാൻ. സിംഹത്തിനെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ സിംഹത്തിനെക്കാട്ടി ശക്തിമാനാണ് ആര്? ആന. സിംഹത്തിനെക്കാട്ടി സ്പീഡിൽ ഓടാൻ സാധിക്കുന്നതും ആരോഗ്യ സ്ട്രെങ്തും ഉള്ളതാണ് ആർക്ക്? ചീറ്റ. ഭയങ്കര സ്പീഡിൽ ഓടാനായിട്ട് സാധിക്കും, അതിൻ്റെ ഷാർപ്പ് ടീത്തൊക്കെ. പക്ഷേ സിംഹം കുറച്ച് ക്വാളിറ്റി ഉള്ളതാണ്, സിംഹമാണ്. അതുകൊണ്ടാണ് സിംഹം കാട് ഭരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തൊരു പശുവിൻ്റെ ജന്മം, അത് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ്റെ ജന്മം. ഇങ്ങനെയാണ് ഓർഡർ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ താഴെ 84 ലക്ഷം തരത്തിലുള്ള ജീവിവർഗങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ നമ്മൾ ഈ മനുഷ്യ ശരീരത്തിൽ നിന്നുകൊണ്ട് നേടുന്നതാണ്. ഇത്ര ഡ്യൂറേഷൻ ഉണ്ടാവും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ ജന്മത്തിൽ നമ്മൾ മനുഷ്യ ശരീരം കിട്ടിയിട്ട് മനുഷ്യ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് ചെയ്യേണ്ടാത്ത കർമ്മങ്ങൾ ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്തു. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഗരുഡ പുരാണം പറയുന്നതനുസരിച്ച് ഇറച്ചി കട്ടെടുക്കുന്നവൻ, മോഷ്ടിക്കുന്നവൻ കാക്കയായിട്ട് ജനിക്കും. മത്സ്യം കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവൻ അടുത്ത ജന്മത്തിൽ കൊറ്റിയായിട്ട് ജനിക്കും. പണം അപഹരിക്കുന്നവൻ, പണത്തിനെ പറ്റി മാത്രം ചിന്തിക്കുന്നവൻ അടുത്ത ജന്മത്തിൽ പാറ്റയായിട്ട് ജനിക്കും. പാറ്റ. ഇങ്ങനെ അത് ഏതെങ്കിലും സമ്പത്തുള്ള സ്ഥലങ്ങളിൽ പാറ്റയായിട്ട് ജനിക്കും. ഇപ്പോൾ പണപ്പെട്ടിക്കത്താവും. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇദ്ദേഹത്തിന് എപ്പോഴും എന്താണോ ആഗ്രഹിച്ചത് കണ്ടുകൊണ്ടിരിക്കാനുള്ള അവസരം കിട്ടും. പക്ഷേ യൂസ്ഫുൾ അല്ല, വേറെ ബോഡിയാണ്. ഇത് തിരിച്ചറിയാനുള്ള ബോധമില്ല. അന്ന് ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടാണ്
ഇന്ന് എനിക്ക് ഇങ്ങനെ ശരീരം കിട്ടിയെന്ന് ചിന്തിക്കാനുള്ള ഒരിതില്ല. അപ്പം ഇങ്ങനെ മാറി 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 എല്ലാം സ്വീകരിച്ചിട്ട് കിട്ടുന്നതാണ് ഈ മനുഷ്യജന്മം. ഈ മനുഷ്യജന്മത്തിൽ നമുക്ക് ഇവിടെ നിന്നും ഉയർന്നു പോകാനുള്ള ഒരു അവസരമാണ്. കാര്യം എന്താണ്? ചിന്താശേഷി കൂടുതലാണ്. മൃഗങ്ങളുടെ കോൺഷ്യസ് ലെവല് ആഹാരം, നിദ്ര, ഭയം, വൈദ്യുതിയം, ഈ 4 കാര്യങ്ങളായിരിക്കും. പക്ഷെ മനുഷ്യർക്ക് ഇവിടെ നിന്ന് ഉയരാനായിട്ടുള്ള ഒരു ബുദ്ധി ഭഗവാൻ തന്നിട്ടുണ്ട്, വിവേചന ബുദ്ധി തന്നിട്ടുണ്ട്. അത് ഉപയോഗിച്ച് മനുഷ്യന് ഉയരണം. എന്നാൽ ഈ മനുഷ്യജന്മത്തിൽ ഇരുന്നിട്ടും നമ്മൾ ഈ പ്രവൃത്തികളാണ് ചെയ്യുന്നതെങ്കിൽ ഇതെല്ലാം കറങ്ങി തിരിഞ്ഞിട്ട് വീണ്ടും വരും മനുഷ്യൻ. അപ്പോൾ എത്ര ജന്മങ്ങൾ എടുക്കേണ്ടി വരുമോ, ഏതെല്ലാം ജന്മങ്ങൾ എടുക്കേണ്ടി വരുമോ, ഇത് തീരുമാനിക്കുന്നത് ഈ മനുഷ്യജന്മമാണ്. മനുഷ്യജന്മമാണ് ബാക്കിയുള്ള ആ ജീവജാലങ്ങൾ ഏതെല്ലാം യോനിയിൽ ജനിക്കണം എന്ന് തീരുമാനിക്കുന്നതും ഏതെല്ലാം ജീവൻ എടുത്തിട്ട്, ശരീരം എടുത്തിട്ട് എത്ര നാൾ ജീവിക്കണം എന്നുള്ള തീരുമാനം എടുക്കുന്നതെല്ലാം ഈ മനുഷ്യജന്മം. അതുകൊണ്ട് ഈ മനുഷ്യജന്മം വേണ്ട രീതിയിൽ വിനിയോഗിച്ച് നമുക്ക് തിരിച്ചു പോകാൻ പറ്റും. ബാക്കി ഒരു ലൈഫിലും അത് സാധ്യമല്ല. അല്ലെങ്കിൽ മുമ്പ് പറഞ്ഞതുപോലെ കൃപ. പിന്നെ പശു, അങ്ങനെ ഒരു ഓർഡർ പറയുന്നുണ്ട്. പക്ഷേ ഇത് കറക്റ്റ് ആവണമെന്നില്ല. ചിലർക്ക് അങ്ങനെ ആവണമെന്നില്ല. ഇപ്പോൾ ഗജേന്ദ്രനെ നോക്കിക്കഴിഞ്ഞാൽ ആനയായിട്ട് തന്നെ തിരിച്ചു ഭഗവാന്റെ അടുത്ത് പോയി. സിംഹമായില്ല, പശുവായില്ല. അങ്ങനെയുള്ള ഓർഡറുണ്ട്. എന്നിരുന്നാലും എല്ലായിടത്തും ഇത് ആവർത്തിക്കപ്പെടില്ല. വ്യത്യാസം. അതൊരു അനുഗ്രഹമാണ് രജീഷ്. ശാപമാണെന്ന് പറയാൻ പറ്റില്ല. ചില സ്ഥലങ്ങളിൽ നമ്മളിത് ശാപം എന്നാണ് എടുക്കുന്നത്. ഇപ്പം നാരദമുനി സനത്കുമാരന്മാരെ ശപിച്ചു എന്ന് പറയാം. ശപിക്കുകയാണോ ചെയ്യുന്നത്? അനുഗ്രഹിക്കുകയാണ്. വൈഷ്ണവ ബ്ലെസ്സിങ്സ് ആണ്. ഇല്ലെങ്കിൽ ദേവന്മാർക്ക് പോലും സാധ്യമല്ലാത്ത ഭഗവാന്റെ ലീല ഭഗവാൻ എപ്പോൾ ഗ്ലോറിഫൈ ചെയ്യപ്പെടുന്നുണ്ടോ അപ്പം നളകുബേരന്മാരും ഗ്ലോറിഫൈ ചെയ്യപ്പെടുന്നു. ആ ലീലയിൽ പങ്കെടുക്കുന്ന രണ്ട് ഭക്തന്മാരാണ്. അപ്പോൾ അതൊരു അനുഗ്രഹം, വൈഷ്ണവ ബ്ലെസ്സിങ്സ് ആണ്. എവിടെയെങ്കിലും മരമായിട്ട് ജനിക്കേണ്ട ആളുകൾ നാരദമുനിയുടെ അനുഗ്രഹം കൊണ്ട് എവിടെ ജനിച്ചു? വൃന്ദാവനത്തിൽ ജനിച്ചു. ഇല്ലെങ്കിൽ അവർ മരമായിട്ട് ജനിച്ചേ പറ്റൂ. കാര്യം കർമ്മ. അപ്പം പല സ്ഥലങ്ങളിലും നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ശാപം എന്നുള്ളതെല്ലാം ബ്ലെസ്സിങ്സ് ആണ്. ഇത് കറക്റ്റ് ബ്ലെസ്സിങ്സ് ആണ്. നാരദമുനിയുടെ ബ്ലെസ്സിങ്സ് ആണ്. ആലോചിച്ച് നോക്കുക. നാരദമുനി പ്രെഡിക്റ്റ് ചെയ്തു ഇന്ന പോലെ അടുത്ത കൽപ്പത്തിൽ ബ്രഹ്മാവ് 28ാമത്തെ ചതുർയുഗത്തിൽ 7ാമത്തെ മന്വന്തരത്തിൽ പോയിട്ട് ദ്വാരയുഗത്തിൽ ഭഗവാൻ വരും. ഇത് ആര് പറഞ്ഞതാണ്? നാരദമുനി പറഞ്ഞു. അപ്പം നിങ്ങൾ വൃന്ദാവനത്തിൽ പോയി നിന്നോ. ഈ റൂട്ട് മാപ്പ് സെറ്റ് ചെയ്ത് വെച്ചു കൊടുത്തിട്ടാണ് ഭഗവാൻ ഇതിൻ്റെ പുറകിന് പോകുന്നത്. എന്ന് ആലോചിച്ച് നോക്കുക. ഭക്തൻ്റെ ലൊക്കേഷൻ അനുസരിച്ച് ഭഗവാൻ ട്രാവൽ ചെയ്യേണ്ടി വരും. ഇതാണ് ഭക്തരുടെ ബ്ലെസ്സിങ്സ്. അതേപോലെ അതെ അല്ല, അങ്ങനെയുള്ള പല കേസുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞ ഈ സ്കന്ദപുരാണത്തിൽ പറ്റുന്ന എലിയുടെ കഥ, അത് അടുത്തത് വരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ബ്രഹ്മപുരാണത്തിലൊരു അഭിസാരിക തിരിച്ച് ഭഗവാന്റെ അടുത്ത് തത്തയെ അഭിസാരിക്കാൻ കൂടെ രാമനാമം ജപിച്ചുകൊണ്ട് പോയ ഒരു കഥ ഉണ്ടായിരുന്നു. തത്തയെ പിടിച്ച് കൂട്ടിലിടുകയും ഒരു വേടൻ്റെ അടുത്ത് നിന്ന് അവർ വാങ്ങുകയും അവർ പിന്നീട് അതിനെ വളർത്തുകയും ചെയ്തു. ഈ തത്ത ഏതാണ്ട് ഋഷിവര്യന്മാരുടെ അടുത്ത് നിന്ന് ഈ വേടം പിടിച്ചുകൊണ്ട് വന്നത്. ഇദ്ദേഹം കേട്ടിട്ടുള്ളത് ആകപ്പാടെ രാമനാമം മാത്രമല്ല. അതുകൊണ്ട് ഇദ്ദേഹം രാമ 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 ജപിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഈ രാമനാമം ഈ തത്തയുടെ അടുത്ത് നിന്ന് കേട്ടിട്ട് ഈ സ്ത്രീ മരിക്കുന്ന സമയത്ത് വിഷ്ണു പാർഷദന്മാരും യമകിങ്കരന്മാരുമായിട്ട് തല്ലാവും. അവസാനം ഭഗവാന്റെ ഭക്തന്മാർക്കാണ് അവിടെയും ജോലി അല്ലേ. അവകാശം വിളിച്ചു പോയാലും അവർ വന്നേ പറ്റത്തുള്ളൂ. അജാവണന്റെ കാര്യത്തിൽ അതുപോലെ അവർക്ക് തല്ലുകൊള്ളുക എന്നുള്ളതാണ്. അപ്പോൾ അവസാനം ഭഗവാൻ ഭക്തരാകുമ്പോഴേ നമ്മൾ ചിന്തിക്കണം, നമ്മൾ തല്ലുകൊള്ളാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റെഡിയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു മനോഭാവത്തിൽ നിന്ന് നമുക്കൊരു പ്രശ്നമില്ല. എവിടെ നിന്ന് വന്നാലും നമ്മൾ സ്വീകരിക്കും. അപ്പോഴേ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതും ഒരു ബ്ലെസ്സിങ്സാണ്. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനുണ്ട്. ഭഗവാൻ കൃപ കാണിക്കുന്നതുണ്ട്. ലോ സ്പീഷീസിലുള്ള ആനിമൽസിൻ്റെ അടുത്ത് അല്ലെങ്കിൽ പക്ഷികളുടെ അടുത്തൊക്കെ ഭഗവാൻ നേരിട്ട് കൊടുക്കും. അപ്പോൾ മനുഷ്യരുടെ അടുത്തും ഉണ്ടായിട്ടുണ്ട്. ചഞ്ചലാക്ഷി എന്ന് പറയുന്ന ഒരു സ്ത്രീ പാൻ ഉപയോഗിക്കുന്ന ആളായിരുന്നു. അവർ ഒരു ദുഷ്ട നടത്തപ്പ് രീതിയിൽ നടന്നിരുന്ന ആൾ. അവരെന്ത് ചെയ്തു? ഇത് പത്മപുരാണത്തിൽ പറയുന്നു. അവർ പാൻ ഉപയോഗിച്ച് കയ്യിൽ പറ്റുന്ന ചുണ്ണാമ്പ് മതിലിൽ തൂത്തിട്ടു. എന്നിട്ട് അവർ ഉദ്ദേശിച്ചിരുന്ന ആളെ കാണാൻ പോയി. പക്ഷെ വന്നില്ല. കാട്ടിൽ പോയപ്പോൾ പുലി കടിച്ചു കൊണ്ടു. പക്ഷെ വിഷ്ണു പാർഷദന്മാർ കൊണ്ടുപോയി. കാര്യം ഇത് ക്ഷേത്ര പുനരുദ്ധാരണം നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ക്ഷേത്രത്തിന് വേണ്ടിയിട്ടുള്ള സർവീസായിട്ട് ചുണ്ണാമ്പ് കഴിച്ചു. പത്മപുരാണത്തിൽ പറയുന്നത്. അപ്പം ഭഗവാൻ ചില സ്പെഷ്യൽ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് നമുക്ക് മാർഗിടാൻ. എവിടെ മാർഗിടണമെന്നുള്ളത് ഇങ്ങനെ പേനയും പിടിച്ചുകൊണ്ടിരിപ്പാണ്.
പക്ഷെ നമ്മൾ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കണം. അറ്റ്ലീസ്റ്റ് ചോദ്യപേപ്പറിലുള്ളതെങ്കിലും എഴുതി വെക്കണം. എന്നാലല്ലേ അവിടെ മാറിയിടാൻ പറ്റും. ബ്ലാങ്ക് ആയിട്ടുള്ളിടത്ത് മാറിയിടാൻ പറ്റത്തില്ല. ഒരു ടീച്ചറിനും മാറിയിടാൻ പറ്റില്ല. പറ്റുമോ? എൻ്റെയൊക്കെ പേപ്പർ നോക്കിയാൽ മൊത്തം ബ്ലാങ്കാണ്, പേര് മാത്രമേ ഉള്ളൂ. രാധാപ്രാണ കന്നയ്യദാസ് ഗുരുമാരായൻ്റെ കാര്യം കൊണ്ടൊരു പേര് കിട്ടി, പക്ഷേ പേപ്പർ ബ്ലാങ്കാണ്. അതുകൊണ്ട് ഭഗവാൻ പേനയും പിടിച്ചുകൊണ്ടിരുന്നത് കാര്യമില്ല, ഇടാൻ സ്ഥലമില്ല, മാറിയിടാൻ സ്ഥലമില്ല. അപ്പം അതേപോലെ എന്തെങ്കിലുമൊക്കെ ഡിവോഷണൽ സർവീസ് നമ്മളവിടെ ചെയ്തു വെച്ചാൽ ഭഗവാൻ അത് എങ്ങനെയെങ്കിലും ജയിപ്പിച്ചു വിടാനുള്ള ഈ ആവശ്യം മോഡറേഷനോടെങ്കിലും നമ്മളെ ജയിപ്പിക്കാനുള്ള അവസരം. അതാണ് ഈ കലിയുഗത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ അത് അനുഗ്രഹമാണ്. ഗജേന്ദ്രൻ്റെ കേസ് വേറെ. അദ്ദേഹം കഴിഞ്ഞ ജന്മത്തിൽ രാജാവായിരുന്നു, അത്രമാത്രം വലിയ ഭക്തനായിരുന്നു. അതൊരു ചാൻസ് തിരിച്ചു കൊണ്ടുപോകാനായിട്ടൊരു ചാൻസ് അത്രമാത്രം. ഹരേ കൃഷ്ണ. നമ്മൾ ചുറ്റും എല്ലാവരും ഇവിടെ മാത്രം സൺഡേ മാത്രമാണ് എല്ലാ ഡിവോട്ടീസിനും കാണുന്നത്. മറ്റുള്ള ദിവസങ്ങളിൽ നമുക്ക് ഡിവോട്ടീസിന് അങ്ങനെ സാധാരണ എല്ലാ കോമ്പറ്റീറ്റീവ് വേൾഡിലാണ് നമ്മൾ ഉള്ളത്. കോമ്പറ്റീറ്റീവ് വേൾഡിലാണ് ഉള്ളത് നമ്മൾ. അപ്പോൾ മറ്റു നമുക്ക് പലപ്പോഴും നമ്മളുടെ ഇതിന് പുറത്തേക്ക് വലിക്കാനുള്ള ഒരു ശ്രമമൊക്കെ നടക്കും. നമുക്ക് അതിന് എങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും? ഇത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾക്ക് സന്തോഷമായിട്ടും ഓപ്പണായിട്ടും വന്നിരുന്ന സർവീസ് ചെയ്യാം. ഇപ്പോൾ ശിവപതി പ്രഭു, സുമുഖി മാതാജി, ഞാൻ ഇങ്ങനെയൊക്കെയുള്ള ആളുകളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഓപ്പണായിട്ട് നാമം ജപിക്കാൻ പോലും പറ്റില്ല. നമ്മൾ ഏതെങ്കിലും ഒരു ഹാളിൽ പോയെടുത്തിട്ട് അതിൻ്റെ അണ്ടർഗ്രൗണ്ടിലൊക്കെയാണ് നാമം ജപിക്കുന്നത്. പക്ഷേ നമ്മളുടെ മനോഭാവം ആ ഒരു അടുത്ത ആഴ്ച എങ്ങനെയെങ്കിലും ആ ഒരു ഫ്രൈഡേ ആയി കിട്ടിയാൽ മതി എന്നുള്ള ഭാവത്തിലാണ് നമ്മൾ ഡ്യൂട്ടിക്ക് പോകുന്നത്. ഡ്യൂട്ടിയിലങ്ങ് ശ്രദ്ധയില്ല, എങ്ങനെയും ഫ്രൈഡേ ആവണം. കാര്യം ഭക്തന്മാരെ കിട്ടും അസോസിയേഷൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെമ്പൽ കൊള്ളണം. ശരിക്കും പറഞ്ഞാൽ അർജുനൻ പറയുന്നുണ്ട് 2ാമത്തെ അധ്യായത്തിൽ, എന്താണ് അർജുനോട് കൃഷ്ണൻ പറയുന്നുണ്ട്, നീ ദുഃഖിക്കേണ്ടാത്ത കാര്യത്തിന് കുറച്ച് ദുഃഖിക്കുന്നു. ദുഃഖിക്കരുത് എന്ന് ഭഗവാൻ പറയുന്നില്ല, കാരണം ഇവിടെ ദുഃഖമുള്ള സ്ഥലമാണ്. പക്ഷെ എന്തിനു വേണ്ടി ദുഃഖിക്കണം എന്ന് നമ്മൾ അറിയണം. ദുഃഖമില്ല എങ്കിൽ നമുക്ക് ഇവിടുന്ന് തിരിച്ചു പോകാൻ പറ്റില്ല. ഇവിടെ സുഖമായിട്ടിരിക്കുന്ന ഒരാൾക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. കംഫർട്ടായിട്ടുള്ള ഒരു ജോലിയാണെങ്കിൽ ഒരു അപ്ഗ്രേഡേഷന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കില്ല. കാരണം എന്താ, നമ്മൾ അതിന് എലിജിബിൾ അല്ല നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ പൈറേറ്റ് അപ്ഗ്രേഡ് ചെയ്യില്ല, നമ്മൾ അതിന് വേണ്ടി ട്രൈ ചെയ്യില്ല. പക്ഷേ ഇവിടെ ദുഃഖമാണ്, എനിക്കിതിനെക്കാട്ടിൽ ഉയരെയാണെന്നുള്ള ബോധം ഉണ്ടാവും. എന്നിട്ട് നമ്മൾ ചിന്തിക്കണം എന്തിനു വേണ്ടി ദുഃഖിക്കണം. അതുപോലെ സത്സംഗം കിട്ടാൻ വേണ്ടിയിട്ട് ദുഃഖിക്കണം. പ്രഭുവിൻ്റെ ഭാവം കറക്റ്റാണ്. എല്ലാ ദിവസവും വേണം, എല്ലാ സമയവും വേണം. ആ രീതിയിലായിരിക്കണം. അത് ഭഗവാൻ നമ്മുടെ ആഗ്രഹം വീണ്ടും ആഗ്രഹിക്കുക, അതിനനുസരിച്ച് ഭഗവാൻ അവസരത്തിൽ. അപ്പോൾ ശരിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്യൂരിറ്റിയാണ്. 45,000 വർഷം രാവണൻ തപസ് ചെയ്തു, തലയൊക്കെ കട്ടിയത് ഇടുകയൊക്കെ ചെയ്തു. പക്ഷേ നിർമ്മിശത്വമായില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? എത്ര നാൾ മെഡിറ്റേറ്റ് ചെയ്തു എന്നുള്ളതല്ല. വിശ്വാമിത്ര മഹർഷിക്ക് എന്താണ് നഷ്ടപ്പെട്ടത്? തപസ് മീൻസ് എങ്ങനെയാണ് നഷ്ടപ്പെട്ടത്? മേനക എന്ന് പറയുന്നത് അതേ സ്വഭാവം തന്നെയായിരുന്നു ആർക്കുണ്ടായിരുന്നത്, രാവണൻ്റെ അവസ്ഥ. അതേ സ്വഭാവം എന്ന് പറയാൻ പറ്റില്ല, അദ്ദേഹത്തിന് അങ്ങനെ ഒരു പരീക്ഷണം നേരിട്ടതാണ്. പക്ഷെ രാവണന് ആത്മസംയമനം അല്ല, തപചര്യയാണ്. നമ്മുടെ കലിയുഗത്തിൽ 4 യമനിയമങ്ങൾ നമ്മൾ പാലിക്കുന്നുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഇതേപോലുള്ള 4 പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ മുക്തരാവാൻ വേണ്ടിയിട്ട്. അതിലൊന്നാണ് തപസ്. നമ്മുടെ തപചര്യയെ രക്ഷിക്കുന്ന എന്താണ്? അവിഹിത ബന്ധങ്ങൾ ഒഴിവാക്കുന്നതാണ്. രാവണൻ എന്താ പ്രശ്നം? രാവണന് അദ്ദേഹത്തിൻ്റെ പത്നിയെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രാവണന് മരിക്കാതിരിക്കാൻ വേണ്ടി വരം മേടിക്കാൻ വേണ്ടിയിട്ടാണ് ആരെ കാണാൻ പോകുന്നത്? മഹാദേവനെ കാണാൻ പോകും. അമ്മ അനുഗ്രഹിച്ചു വിടും, നീ മരിക്കാതിരിക്കാനുള്ള വരം മേടിച്ചുകൊണ്ട്. രാവണൻ പോയിട്ട് ഭയങ്കര തപസ് ചെയ്യും. മാതാജി പറഞ്ഞു ഒരുപാട് തപസ്. പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വരുന്ന സമയത്ത് ആരും ഉണ്ടാവും? മഹാദേവൻ വരുമ്പോൾ ഒപ്പം പാർവതി ഉണ്ടാവും. പാർവതി കണ്ടപ്പം വേറൊന്നും വേണ്ട, പാർവതിയെ മതി. എന്ത് ചെയ്യാൻ പറ്റും? അത് വേറൊന്നും വേണ്ട, പാർവതി. മഹാദേവൻ പ്രതിഷ്ഠപ്പെട്ടാണ് കൊടുക്കാതിരിക്കാൻ പറ്റില്ല, കൊടുക്കും. പക്ഷെ ഒരു കണ്ടീഷൻ എന്താണ്? വേറെ ഏതെങ്കിലും ഒരു സ്ത്രീയെ പറ്റി ചിന്തിച്ചാൽ പാർവതി തിരിച്ചു പോകും. പോകുന്ന വഴിക്ക് എന്ത് പറ്റും? മണ്ഡോദരിയെ കാണും, പാർവതിയെ വിട്ടിട്ട് മണ്ഡോദരിയെ നോക്കും, പാർവതി തിരിച്ചു പോകും. ക്ലിയർ അല്ല? ഇത് രാവണൻ്റെ പ്രശ്നമായിരുന്നു. രാവണൻ ഏത് സ്ത്രീയെ കണ്ടാലും അങ്ങനെ ഉർവശിയെ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒരു ആഗ്രഹത്തോടു കൂടി സമീപിക്കണം.
അപ്പോൾ ഉർവശി ശപിക്കും രാവണൻ. അപ്പോൾ രാവണൻ ഉർവശിയോട് ചോദിക്കും. ഉർവശി പറയും, നിനക്കറിയത്തില്ല, ഇങ്ങനെയുള്ള താല്പര്യമില്ലാത്ത ആൾക്കാരെ സ്പർശിക്കുന്നത് തെറ്റാണ്. അവരുടെ പാതിവൃത്യത്തെ കളങ്കം വരുത്തുന്ന രീതിയിൽ നീ സ്പർശിക്കുന്നത്. അപ്പോൾ രാവണൻ എടുത്ത വായിലെ ചോദിക്കും, ഇതിന് താല്പര്യമുള്ളവരെ എങ്ങനെ അറിയാൻ പറ്റും? അപ്പോഴാണ് പറഞ്ഞു കൊടുക്കുന്നത് സ്ത്രീ പുരുഷൻ ലക്ഷണശാസ്ത്രം പറഞ്ഞു. ഉർവശി രാവണനോട് പറഞ്ഞു. പിന്നീട് ഭഗവാൻ ഇത് യുധിഷ്ഠിര മഹാരാജാവിനോട് പറയുന്നു. കോടാങ്കി ശാസ്ത്രം, കോടാങ്കി വേഷത്തിൽ വന്നിട്ട് യുധിഷ്ഠിര മഹാരാജാവിന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ പറഞ്ഞു വന്നത് അതിനകത്ത് ലക്ഷണശാസ്ത്രമുണ്ട്. ആ ലക്ഷണശാസ്ത്രം അനുസരിച്ചുള്ള ആൾക്കാരെ സമീപിക്കാവുന്നതാണ് രാവണന്റെ ധാരണ. എന്നാലോചിച്ച് നോക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എത്ര കാലം തപസ് ചെയ്തിട്ട് ഉള്ളിൽ ആ ഒരു പ്യൂരിഫിക്കേഷൻ വന്നു. അതില്ലാത്തത് കൊണ്ടാണ് എന്ത് പറ്റിയത്? ശ്രീരാമചന്ദ്രമൂർത്തിക്ക് അവിടെ ശ്രീരാമചന്ദ്രമൂർത്തിയും സീതാമയ്യും ഉണ്ടെങ്കിൽ ശ്രീരാമചന്ദ്രമൂർത്തിയെ വിട്ടിട്ട് ആരെ പിടിച്ചോണ്ട് പോകുന്നു? സീതാമയ്യെ പിടിച്ചോണ്ട് പോകും. തെറ്റാണ്. ആ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ. രാവണൻ ബാക്കി എല്ലാ കാര്യവും ക്ലിയറാണ്, ഉദാരമനസ്കനാണ്, ദാനം ചെയ്യാനൊക്കെ ഭയങ്കരമായിട്ട് ഒരു 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 തീരുമാനം എടുത്ത് നടപ്പിലാക്കാനൊക്കെ വളരെ ആളായിരിക്കും. നിങ്ങൾ എനിക്ക് പറഞ്ഞു എനിക്കറിയാം എന്നെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചോദിക്കുന്നതാണെന്ന് ഓർമ്മ കൊടുക്കാൻ വേണ്ടി. ഓക്കെ, സംശയങ്ങളൊന്നുമില്ല എങ്കിൽ നമുക്ക് നിർത്താം. നിങ്ങളോടാണ് എനിക്ക് കടപ്പാടുള്ളത്. അത് ഞാൻ എന്തോ ചെയ്താലും എനിക്ക് മാറ്റാനും പറ്റില്ല. കാര്യം എൻ്റെ ശിക്ഷാ ഗുരുവിനെ ഈ സത്സംഗം. അതുകൊണ്ട് ഈ ലൈഫിന് ശേഷവും ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും പാദധൂളികളോട് പോലും ഞാൻ കടപ്പെട്ടിരിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ഈ സത്സംഗത്തിലേക്ക് ശ്രീകൃഷ്ണ ഭഗവാൻ ദാസ് എന്ന് പറയുന്ന ഒരു ഭക്തനും എൻ്റെ ജീവിതത്തിലേക്ക് വരില്ല. എവിടെയോ വീണ് എങ്ങനെയോ നശിച്ചു പോകേണ്ട ഒരു ജന്മം അദ്ദേഹം പിടിച്ച് കൊണ്ടുവന്നതാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ ദാസ് വടുതലയിലാണ്, ഒരു ചുരുണ്ട തലമുടിയുള്ള. അതെ, അദ്ദേഹമാണ് നമ്മളെ കൃഷ്ണ കോൺഷ്യസിലേക്ക് കൊണ്ടുവരുന്നത്. ഇപ്പോൾ അദ്ദേഹം സൗത്ത് വൃന്ദാവനിലാണ്. അദ്ദേഹം അവിടെ നിന്നാണ് വിവാഹം കഴിച്ചത്, ശ്രീപദ രാധാദേവി ദാസ്. അപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. എനിക്കായിരുന്നു വിളിച്ചിരുന്നു ഞാൻ. അപ്പോൾ പറഞ്ഞു ഇന്നുപോലാണ് അവിടെ അമ്മയ്ക്ക് സുഖമില്ലാതിരിക്കുക.